तो मैं कल मारगा साथ और मौका चल मारो ചേട്ടാ ओ ഈ ഒന്നാമത് ഈ പരിപാടിയുടെ താഴെ സബ് ടൈറ്റിൽസ് ഒന്നും എഴുതി കാണിക്കണില്ല. പണ്ട് അഭിമന്യു പടമൊക്കെ നടക്കുമ്പോൾ ഹിന്ദിയിൽ താഴെ മലയാളം എഴുതി കാണിക്കുമല്ലോ. ഇവിടെ അങ്ങനെ ഒരു സെറ്റപ്പ് ഇല്ല ഈ പരിപാടിയിൽ. അപ്പൊ നിങ്ങൾ മലയാളത്തിൽ തന്നെ പറഞ്ഞില്ലെങ്കിൽ ഇത് കിട്ടൂല. നേരം പറഞ്ഞു വേസ്റ്റ് ആയി. അത് വേസ്റ്റ് ആയിപ്പോ. നിങ്ങൾ മലയാളത്തിൽ പറ, എന്താ സംഭവം, എന്താ ഇത്? ഞാനേ നിങ്ങളുടെ തമാശയാക്കാൻ വന്ന ആളല്ല. ഞാൻ ആരാന്ന് മനസ്സിലായോ? ഇല്ല. ഞാനൊരു ടൂറിസ്റ്റ് ആണ്. ടൂറിസ്റ്റോ? അപ്പൊ ഇവിടെ കേരളത്തിൽ സ്ഥലങ്ങൾ കാണാൻ വന്നാ? അല്ല, ലുലു മാളിൽ പോവാം, ഹിൽ പാലസ് ഉണ്ട്, ചെറായി ബീച്ച് ഉണ്ട്, എറണാകുളത്ത് ഒരുപാട് സ്ഥലങ്ങളുള്ള കാണാൻ പോകാനായിട്ട്. എന്റെ കയ്യിലിരിക്കുന്നത് കളിപ്പാട്ടമല്ല, വെടിവെച്ച് ഞാൻ കൊല്ലും. എന്തു പറ്റി? ഞാൻ തീവ്രവാദിയാണ്. പോക്കിന്റെ മുന്നിൽ നിന്ന് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ നിൽക്കരുത്, മനസ്സിലായ? എനിക്ക് ഇഷ്ടാവില്ല അത്. നിങ്ങൾ ഏത് സംഘത്തിലുള്ള? സമൃദ്ധി പുരുഷ സഹായ സംഘം മേലാറ്റൂർ, കാരിക്കോട് ക്ഷീരോത്പന്ന സഹകരണ സംഘം, അത് കൂടാതെ സങ്കട ഭക്തിഗാന സംഘം മങ്കട. ഞാൻ ഉദ്ദേശിച്ച അങ്ങനെയല്ല. നിങ്ങൾ ഈ തീവ്രവാദികളാകുമ്പോ ഏതെങ്കിലും ഒരു സംഘത്തില് സ്ഥിരമായിട്ട് പ്രവർത്തിക്കുമല്ലോ. നോ 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 നോ, ഒരു സംഘത്തിൽ മാത്രം കുറ്റിയടിച്ചാൽ നിൽക്കില്ല. ഞാൻ ഫ്രീലാൻസറാണ്. ഫ്രീലാൻസർ ആയിട്ട് ചെന്ന് കൊടുത്ത് ഇതായിട്ട് ഞാൻ അങ്ങനെ രാവിലെ ജംഗ്ഷനിൽ പോയിക്കും, ആരെങ്കിലും വിളിക്കും, അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യും. 5 മണിക്കൂർ 1 മണിക്കൂർ കിടന്നുറക്കാം. ഓവർ ടൈം ഉണ്ട്, അതിന് അഡീഷണൽ പൈസ വേറെ മേടിക്കും. ഇന്നു മുതൽ ദയാന എന്റെ ബന്ധിയാണ്. നിങ്ങൾ ബന്ധുക്കളാണോ? പിന്നെ പുള്ളി പറഞ്ഞു നിങ്ങൾ ബന്ധുക്കളാന്ന് പറഞ്ഞ്. ബന്ധുവല്ല, എന്റെ കീഴിലാണ്. ഏത് നിമിഷം ഞാൻ വെടിവെച്ചു കൊല്ലും. എന്തിനാ പുള്ളിക്കാരത്തിനെ കൊല്ലണം? നിങ്ങൾ ആരെങ്കിലും ഇനി എന്തെങ്കിലും സംസാരിച്ചാൽ പിന്നെ മറുപടി പറയുന്നത് എന്റെ തോക്കായിരിക്കും. എന്നെ നിനക്ക് നാക്കില്ലേ? എന്നെ പറ്റിയേ പ്രശ്നം എന്താ? അതെ, ഈ സമൂഹം എന്നെ ഒറ്റപ്പെടുത്തി. എന്റെ കൂട്ടുകാരെന്നെ വെറുത്തു. എന്റെ നാട്ടുകാരെന്നെ അകറ്റി നിർത്തി. ഒരു സംഘടനകളിലും ഒരു കൂട്ടായ്മകളിലും എന്നെ പങ്കെടുപ്പിക്കുന്നില്ല. സുഹൃത്തെ, നമ്മള് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയാൽ സ്വാഭാവികമായിട്ടും നമ്മളെ നമ്മുടെ കൂട്ടുകാരും ബന്ധുക്കളൊന്നും അടുപ്പിക്കത്തില്ല. നിങ്ങൾ ഈ തീവ്രവാദത്തിന് നിൽക്കുന്നോണ്ടാണ് നിങ്ങൾ അതിലൊന്നും അടുപ്പിക്കാത്തത്. അതല്ല, എന്റെ ശബ്ദത്തിന് വല്ല മാറ്റമുണ്ടോ? നിങ്ങളുടെ പഴയ ശബ്ദം ഞങ്ങൾക്ക് അറിയില്ലല്ലോ. മാറ്റമുണ്ട്, നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തോണ്ടാ. ഇവിടെയാണെങ്കിൽ ചെന്നി കുത്തണ പോലെ വേദന, കൊരക്കാണെങ്കിൽ വെട്ടിപ്പൊളിയണ വേദന, മേലാണെങ്കിൽ നല്ല കുളിരും. ആർട്ടിഫിഷ്യർ എടുത്തപ്പോഴേ കോവിഡാ. പോസിറ്റീവ്. നിങ്ങൾക്കൊക്കെ കോവിഡ് വരുമോ? അതാണ് എന്റെ സങ്കടം. ഈ കോവിഡ് വന്നേക്കുമ്പോൾ മാസ്ക് വന്നേക്കുമ്പോൾ സാറൊന്ന് കേൾക്കണം, ഈ മുഖം മൂടിക്കെട്ടി ലോകം മുഴുവൻ നടന്ന ആൾക്കാരാണ് ഞങ്ങൾ തീവ്രവാദികൾ. ഒരു മനുഷ്യരായിട്ട് ഒരു സാമൂഹ്യ അടുപ്പം പോലും ഞങ്ങൾക്കില്ല. ഒരാളായിട്ട് ഞങ്ങൾ അങ്ങോട്ടും മിണ്ടാറില്ല, കാണാറില്ല, കൂടാറുമില്ല. എന്നിട്ടും ഞങ്ങളെ പോലുള്ള തീവ്രവാദികൾക്ക് ഈ കോവിഡ് വന്നെന്ന് പറയുമ്പോ ഈ സമൂഹത്തിൽ നിന്ന് ഞങ്ങളെ മാറ്റി നിർത്തല്ലേ? നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഒറ്റപ്പെടുത്തി എന്ന് പറഞ്ഞത്? എല്ലാവരും ഒറ്റപ്പെടുത്തി. ഒരു ബന്ധങ്ങളും നമ്മളെ കൂട്ടായ്മല്ല. എനിക്കൊരു ഒറ്റ ഉപകാരം ചെയ്താൽ മതി, വേറെ ഒന്നും വേണ്ട, ആദരവ് ഒന്നും എനിക്ക് വേണ്ട. എവിടെയെങ്കിലും ക്വാറന്റൈനിൽ ഇരിക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കി തന്നത്. നിങ്ങളൊന്നും ഇവിടെ ഇരുത്താൻ പറ്റില്ല. നിങ്ങൾ അല്ല ജോണിച്ചേട്ടൻ എന്താ പറയുക? കാര്യം തീവ്രവാദിയാണെങ്കിലും രോഗിയല്ലേ, ഒരു രോഗിക്ക് ഒരു സംരക്ഷണം കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു മിനിമം മര്യാദയാണ്. അങ്ങനെയല്ല ജോണിച്ചേട്ടാ, പുള്ളി ആ ഡയാനെ തോക്ക് കാണിച്ച് ഇത്ര അഹങ്കാരം കാണിച്ചോണ്ട് ഇവിടെ വന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യമുണ്ടോ? തോക്കില്ലെന്നൊരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, അതല്ല, ഞാൻ തോക്ക് വെച്ച് വേറെ ഒന്നുമില്ല. തീവ്രവാദികൾക്ക് ഷെയ്ക്കാൻ്റെ കൊടുത്ത് കൊണ്ടുവരാൻ പറ്റുമോ? അവർക്ക് അവരുടെ ഒരു രീതി കാര്യം ചോദിക്കണേന് തന്നെ. അതുകൊണ്ടാ നിങ്ങൾ അത് മനസ്സിലാക്ക്. ജോണിച്ചേട്ടൻ പറഞ്ഞ തീരുമാനിച്ചു. എന്തായാലും ഇന്ന് പുള്ളി നമ്മുടെ ചിലവരുടെ കാലം കഴിയട്ടെ. വന്ന സ്ഥിതി ഞാനൊരു കാര്യം പറയാം സുഹൃത്തെ, എനിക്ക് താല്പര്യം ഉണ്ടായിട്ടില്ല. ജോണിച്ചേട്ടൻ ഒരാളുടെ നിർബന്ധം കൊണ്ടും ഡയാനയും വലിയ എതിര് പറയാത്തത് കൊണ്ട് മാത്രം. പക്ഷേ ബന്ധുക്കൾ വരുന്നതിന് മുമ്പ് നാളെ പൊക്കോണം. അല്ലെ അവര് ചോദിക്കും എന്തിനാ മോനെ നീ ഇങ്ങനെ കേട്ടോ. അപ്പൊ അതിനു മുമ്പ് നിങ്ങൾ എന്നാ ഒരു കാര്യം ചെയ്തോ, നമ്മൾ ഇന്നും നാളേക്കൂടെ ഷൂട്ടിംഗ് ഉണ്ട്. ആ വീഡിയോ വാളിനെ പുറകെ പോയി വിളിച്ചിരുന്നു കേട്ടോ. ശുക്രിയ. അതുപോലെ തന്നെ ഡയന പോയി വേണമെങ്കിൽ ആർട്ടിഫിഷ്യർ എടുത്തോ. പിന്നെ ചേട്ടാ, അതെന്താ അറിയോ, നമ്മള് ഇവിടെ ഷൂട്ടിംഗ് നടക്കുമ്പോഴേ നിങ്ങളെ അറിയാത്ത മത്സരാർത്ഥികൾ ഇവിടെ വരും. അവര് തമാശ പറയും നമ്മളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ അവിടെ നിന്ന് ഉറക്കെ ചിരിച്ചു പോരുത്. ചിരിക്കണ ശബ്ദം കേട്ട അവിടെ ആരാണ്ട് ഉണ്ടെന്ന് മനസ്സിലാവും. അപ്പം പോയിരുന്നു. ചിരിക്കല്ല, ശ്വാസം പോലും വിടില്ല. പിന്നെ ജോണി ആന്റണി സാറിന് ഈ തീവ്രവാദികളോടുള്ള നല്ല മനസ്സിന് ഏറ്റവും നല്ല നന്ദി ഞാൻ രേഖപ്പെടുത്താണ്. എന്റെ പേടി ഇവിടെ മത്സരാർത്ഥികൾ വരുമ്പോ പുള്ളി ഇരുന്ന് ചുമക്കുമെന്ന്. Time version 2.0 സ്റ്റാൻഡേർഡ് പെർഫോമൻസ് ചെയ്യാൻ എത്തുന്നു കൃഷ്ണകുമാർ. കൃഷ്ണകുമാർ ഏട്ടാ, വീണ്ടും സ്വാഗതം. താങ്ക് യു സോ മച്ച്. എവിടെ നിന്ന് വരുന്നേ? തൃശ്ശൂര്. എന്ത് ചെയ്യുന്നു? സ്വന്തം ബിസിനസ് ഒക്കെ ആയിട്ട് പോകണം. എന്താ ബിസിനസ്? ഫിനാൻസ്.
എങ്ങനെ ഈ പറഞ്ഞ എന്താ നേരത്തെ സ്റ്റേജ് ഒക്കെ ചെയ്തിട്ടുണ്ടോ? ആ, അത് കൃഷ്ണകുമാർ ഇവിടെ വന്നിട്ടുള്ളൂ. മുൻപ് ചെയ്തിട്ടുള്ളതാ. അതെ അതെ. ആ. ഓർമ്മല്ല. ആ ഒരുപാട് ഞങ്ങൾ പ്രതീക്ഷിക്കും. അതെ, പലിശ കുറച്ച് നല്ല തമാശകൾ ആയിക്കോട്ടെ. തീർച്ചയായിട്ടും. നമസ്കാരം. ഈ കൊറോണ കാലം കഴിഞ്ഞിട്ട് സിനിമകൾ OTT-ലൊക്കെ നമ്മൾ കണ്ടു തുടങ്ങി, തിയേറ്ററിലൊക്കെ ആയിട്ട്. ഞാൻ ജോണി സാറിൻ്റെ ഹൃദയം സിനിമ കണ്ടു. അതിൽ ഭയങ്കര ഏറ്റവും നന്നായത് ആ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ മഴ കരയല്ല, ഞാൻ അച്ഛൻ്റെ ഡൈ കണ്ണിൽ വീണിട്ട് എരിഞ്ഞുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയാം. നല്ല രസമായിട്ടുള്ള തമാശയായിരുന്നു. അതുപോലെ വിശാൽ ചേട്ടൻ്റെ പേജുകളിൽ ചില ഫോട്ടോസ് ഇട്ടിട്ട് അതിൻ്റെ ക്യാപ്ഷൻ ഇടുന്നുണ്ടല്ലോ, അത് ഗംഭീരമാണ്. റോക്കിംഗ്, അല്ലെങ്കിൽ മുഗൾ ചക്രവർത്തി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നല്ല പോസ്റ്റുകൾ കാണാറുണ്ട്. അങ്ങനെ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കൊക്കെ ഇപ്പോൾ എല്ലാവരും ശരിക്കും പറഞ്ഞാൽ ഈ കൊറോണയ്ക്ക് ശേഷം ബിസിനസ് പഠിച്ചിരിക്കുക അല്ലേ? യൂട്യൂബ് ആയാലും എല്ലാവരും പുതിയ കാര്യങ്ങൾ പഠിച്ചു. മലയാളികൾ വളരെ രസകരമായി. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ പല പ്രൊമോഷൻ കോളൊക്കെ വരും. അപ്പോൾ എനിക്കിതുപോലെ ഒരു കോൾ വന്നു. അപ്പോൾ കോൾ വന്നിട്ട് ഹലോ കൃഷ്ണകുമാർ സാറല്ലേ? അതെ. സുഖാണോ സാറേ? ആ സുഖാണ്. അപ്പോൾ അവർ കോൾ കട്ട് ചെയ്തു. ഇതെന്തോ മനസ്സിലാവണില്ല. വീണ്ടും അവർ വിളിക്കുക അടുത്ത ആഴ്ച, സാറേ കൃഷ്ണകുമാർ സാറല്ലേ? അതെ. സുഖാണോ സാറേ? അതെ. ആ അപ്പോൾ കോൾ കട്ട് ചെയ്യും. അവസാനം ഞാൻ തിരിച്ചു വിളിച്ചു ചോദിച്ചോട്ട്, അല്ല നിങ്ങൾ എന്താണ് വിളിച്ചിട്ട് സുഖമാണെന്ന് പറയുമ്പോൾ കട്ട് ചെയ്യണം? സാറേ ഞങ്ങൾ ഈ ഹോസ്പിറ്റലിൻ്റെ മാർക്കറ്റിംഗ് ടീമാണേ. അപ്പോൾ നിങ്ങൾക്ക് സുഖമാണെന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് വലിയ റോളൊന്നും ഇല്ലല്ലോ എന്ന്. കാരണം ഇവർക്ക് ബിസിനസ് വേണമെങ്കിൽ അസുഖം വേണമല്ലോ. അപ്പോൾ നമ്മൾ ഇത്തിരി കൂടെ അവരോട് സംസാരിച്ച് ചോദിക്കുക, അതായത് അത് നിങ്ങളുടെ ബിസിനസ് മനസ്സിലായില്ല, എന്താ സംഭവം? സാറേ എളുപ്പമല്ല സാറേ, ടാർഗറ്റാ ഒരു മാസം 10 പേഷ്യൻ്റ് ഉണ്ടാക്കണം. നിസാര പണിയാണോ? ഞങ്ങളിങ്ങനെ വിളിക്കും, ചിലവരോടൊക്കെ ഇങ്ങനെ ചോദിക്കും. മാത്രമല്ല ഈ വെറുതെ വിളിച്ചാൽ പോരാന്നേ, ഒരു വിളിച്ച് കഴിഞ്ഞിട്ട് ഒരുത്തിന് കണ്ണിന് ഓപ്പറേഷൻ ആണെങ്കിൽ ചെവിയും കൂടെ ഓപ്പറേഷൻ വേണം നമ്മൾ സജസ്റ്റ് ചെയ്യണം. അങ്ങനെയൊക്കെ ഭയങ്കര മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര കഷ്ടപ്പാടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഇതിൻ്റെ ഒരു മാർക്കറ്റിങ്ങിൻ്റെ ലെവൽ, അസുഖം വരെ അല്ലേ ഒക്കെ മാർക്കറ്റിങ്ങിലേക്ക് പോയി എന്നുള്ള ഒരു അവസ്ഥ മനസ്സിലാവും. അപ്പോൾ ഞാൻ പല്ല് പറിക്കാൻ പോയപ്പോൾ ഇതേപോലെ അവിടെയും ഈ കോവിഡ് കാരണം എല്ലാവരും ബിസിനസ് ഡൗൺ ആണല്ലോ. അപ്പോൾ പല്ല് പറിക്കാൻ പോയപ്പോൾ അത്ര 300 രൂപ എന്ന് പറഞ്ഞു. ശരി, അപ്പോൾ പല്ല് പറിച്ചോണ്ടെങ്കിൽ ഡോക്ടർ പറയാം അപ്പുറത്ത് നിൽക്കുന്ന 2 പല്ലും കൂടെ പറിച്ചോട്ടെ, ഓഫർ ഉണ്ട് എന്ന്. 3 പറയുകയാണെങ്കിൽ 600 രൂപ തന്നാൽ മതിയെന്ന്. അപ്പോൾ എല്ലാവരും ആ ലെവലിലേക്ക് മാറി. ഇനി ഇങ്ങനെ ഉള്ള ഈ ഒരു ബിസിനസ് ട്രെൻഡ് ഇങ്ങനെ നടക്കുമ്പോഴാണ് എൻ്റെ ഒരു കൂട്ടുകാരൻ അവൻ എടുത്തിരിക്കുന്ന ബിസിനസ് എന്താ പറയുക, കൊറോണ ടൈമിൽ ശ്മശാനം കോൺട്രാക്ട്. ബെസ്റ്റ് ബിസിനസ് അല്ലേ? ഇപ്പം ഞാനോട് ചോദിച്ചു എങ്ങനെയുണ്ടാ ബിസിനസ്സൊക്കെ എങ്ങനെ പോകണമെന്ന് പറഞ്ഞപ്പോൾ പറയാം, നല്ല കൊറോണ സമയത്ത് നല്ല മെച്ചമായിരുന്നു. 1-ാം തരംഗം 2-ാം തരംഗം അങ്ങ് പൊളിച്ചു. ഇപ്പം ഈ വാക്സിനേഷനൊക്കെ വന്നാൽ പിന്നെ ഒരു കച്ചവടമില്ലേ, വല്ലപ്പോഴും ഒന്നും കിട്ടിയാലായിന്ന്. എന്നിട്ട് അവനോട് സംസാരിച്ചിട്ട് പിന്നെ അറിയാലോ വിശേഷങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ എന്തുണ്ടാ നിന്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? പിന്നെ എല്ലാവരും ഉണ്ട്, സുഖമായിരിക്കണോ? പിന്നെ നിന്റെ അച്ചാച്ചനൊക്കെ ഇല്ലടാ, അച്ചാച്ചനും അച്ചമ്മയൊക്കെ? അച്ചാച്ചൻ മരിച്ചടാ. പുള്ളിയുടെ ഒരു അനിയൻ ഉണ്ടായിരുന്നില്ലടാ, പുള്ളി ഇപ്പം എങ്ങനെയാണ്, കിടപ്പാണോ? പുള്ളി മരിച്ചിട്ട് വേണം ഇവർക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീട്ടിൽ വന്നിട്ട് ഇവൻ ഫുള്ള് സംസാരിക്കുക. അറിയാലോ, നമ്മൾക്കറിയാം, നമ്മൾ കൊണ്ടുപോയ വിസിറ്റിംഗ് കാർഡാണ് നമ്മൾ കൊടുക്കുക ഇപ്പോൾ കാറിൻ്റെ ബിസിനസ്സുകാരനൊക്കെ. അപ്പോൾ ഇവൻ വന്നിട്ട് വീട്ടിൽ വന്ന് സംസാരിക്കും. നമ്മളോടൊന്നല്ല സംസാരം, ഫുള്ള് അച്ചാച്ചനോടാ. അച്ചാച്ചൻ എങ്ങനെ ഇരിക്കണു, സുഖമാണോ? ഞാൻ മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്, പ്രഷറിനും ശ്വാസം മുട്ടിനൊക്കെ. അച്ചാച്ചൻ ഇങ്ങനെയൊന്നും മരുന്ന് ഇങ്ങനെ ഓവറായിട്ട് കഴിക്കരുത്, ഇംഗ്ലീഷ് മരുന്നൊന്നും, മനസ്സിലായോ? അതൊക്കെ ദോഷമാണ്. ആർക്ക്? ഇവനേ. ഈ പുള്ളി മരുന്ന് വെച്ചാൽ ഇവനാണ് ദോഷം. കാരണം ഇവൻ്റെ ബിസിനസ് പോവല്ലേ. അങ്ങനെ ഇവൻ വീണ്ടും സംസാരിച്ച് അച്ചാച്ചന് വിസിറ്റിംഗ് കാർഡൊക്കെ കൊടുത്തിട്ട് പോവുക. അപ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചേക്കണേന്ന്. അപ്പോൾ എഴുതിക്ക ശാന്തി തീരം ശ്മശാനം, ഡോഡികൾ മൊത്തമായും ചില്ലറയായും കത്തിച്ച് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ഇതാണ് അവൻ്റെ വിസിറ്റിംഗ് കാർഡ്. ഇതേപോലെ നമുക്കറിയാം പള്ളികളിൽ ഇപ്പോൾ കല്ലറ അങ്ങനെ ആയി തുടങ്ങി അല്ലേ? അതായത് അവർ വന്ന് നമുക്ക് നമ്മുടെ ശവക്കുഴി തീരുമാനിക്കുക ഏതാ വേണ്ടതെന്ന് അല്ലേ സാറേ? അപ്പോൾ ഇവർ വന്നിട്ട് പുതിയതായിട്ടുള്ള പള്ളിയിൽ നിന്ന് വന്നിട്ട് സംസാരിക്കാം, എൻ്റെ പാപ്പച്ചേട്ടാ നല്ലൊരു അടിപൊളി ഐറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുക എന്ത് സംഭവമാണ്, പുതിയ ഗ്രാനൈറ്റൊക്കെ ഇട്ടിട്ടുള്ള ഫുൾ അടിപൊളി കല്ലറ, 2.5 ലക്ഷം ഉള്ളത് സാധനം. കഴിഞ്ഞ വർഷം 1.5 ലക്ഷം ആയിരുന്നു, ഇപ്പോൾ കൂടി ഒറ്റ കൊല്ലം കൊണ്ട് 2 കൊല്ലം കഴിഞ്ഞാൽ 5 ആവേ. ആ സമയത്ത് കിട്ടില്ല സാധനം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര മാർക്കറ്റിങ്ങാണ്. അപ്പോൾ പുള്ളി എന്താ വേണ്ട അതൊന്നും വേണ്ട, അത്ര പൈസക്കൊന്നും പോകണ്ട. ഇതങ്ങനെയല്ല, ഫുൾ സൗകര്യങ്ങളുള്ള അടിപൊളി സംഭവമാണ്. നല്ല വിശാലമായ ഒരു ഫ്ലാറ്റ് വിൽക്കാൻ വന്ന പോലെയാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. അറ്റാച്ച്ഡ് ബാത്റൂം, സ്വിമ്മിംഗ് പൂള്, ബാൽക്കണി എന്നൊക്കെ രീതിയിലാണ് പുള്ളി പ്രസൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വേണ്ടടാ, 2.5 ലക്ഷത്തിനൊക്കെ ഈ കല്ലറ മേടിക്കുക പറഞ്ഞാൽ നഷ്ടം. നീ വല്ല ചെറുത് വല്ലതും ഉണ്ടോ, വല്ല കുറഞ്ഞ ഐറ്റത്തിന്? പിന്നെ 50,000 രൂപയൊക്കെ ഉണ്ട്. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ 3 കൊല്ലം കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ വേറെ ബോഡി വയ്ക്കും. നമുക്ക് പറയാൻ പറ്റും എങ്ങനെയുള്ള ആളാണ്, എത്രക്കാരനാണെന്നൊക്കെ പറയാൻ പറ്റുമോ? ഇതിൻ്റെ മുകളിൽ വയ്ക്കുന്ന ആൾ എത്രക്കാരനാണെന്ന് പറയാൻ പറ്റുമോ? അതിൻ്റെ മുകളിൽ 3 കൊല്ലം കൊണ്ട് വീണ്ടും അടുത്ത ബോഡി വരും. അത് അറിയാലോ, 1-ന്റെ മുകളിൽ 2, 3. അപ്പോൾ ഈ കേൾക്കുന്ന ആൾക്കൊരു അസ്വസ്ഥത അല്ലേ? ശരിയല്ലേ? ശരി, നമ്മൾ മരിച്ചു പോകണം, നമ്മള് മരിച്ചു കിടക്കുകയാണെങ്കിലും കൂട്ടത്തിൽ ജീവനുള്ള പാരോ കിടക്കുന്ന ഒരു ഫീൽ. അതെ, പുള്ളി പറയും ശരിയാ, ഒരു അസ്വസ്ഥതയൊക്കെ. 3-മതൊരാള് അയാൾ എത്രക്കാരനാന്ന് അറിയില്ല, വല്ല കള്ളും കഞ്ചാവും ആണോ, ഒരു സുഖമില്ല എന്നൊക്കെ. പിന്നെ പുള്ളി പറയാം പിന്നെ മഴക്കാലൊക്കെയാണ്, അതിന് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. ഈ വേനൽക്കാലത്തൊക്കെ 1, 2, 3 ആളൊക്കെ ആയിട്ട് കിടക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ പുള്ളിക്കാരൻ്റെ മൊത്തത്തിൽ ഈ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ആ മരിച്ച അവസ്ഥ ആലോചിച്ചിട്ട് എന്നാൽ പിന്നെ ഒരു 2.5 എടുത്തേക്ക് നിന്ന്. അപ്പം അതും കഴിഞ്ഞ് ഇങ്ങനെ ഓരോ തരത്തിൽ ഇങ്ങനെ മാർക്കറ്റ് ചെയ്യണം. ഇപ്പോൾ ഇനി
ഈ കല്ലറയുടെ വിട്ടിട്ട് പിന്നെ ഈ കുരിശ് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പള്ളി ചെന്ന് പറഞ്ഞാലേ ഇപ്പൊ അവിടെ കൈക്കാരുണ്ടാവും, പള്ളിയിൽ അച്ഛനൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ പോയിട്ട് അച്ഛോ നമ്മുടെ അമ്മാമ്മ മരിച്ചു, അപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പൊ അവിടുന്ന് എനിക്കൊരു കുരിശ് തന്നേക്കും. അപ്പൊ കുരിശിന് ഇപ്പൊ കാറ്റഗറികളുണ്ട്. സ്റ്റീലിന്റെ കുരിശുണ്ട്, വെള്ളിയുടെ കുരിശുണ്ട്, സ്വർണത്തിന്റെ കുരിശുണ്ട്. പിന്നെ ഓരോന്നിനും ഓരോ റേറ്റുകളാണ്. അപ്പോൾ പുള്ളി അമ്മാമേ മരിച്ചല്ലേ, അപ്പോൾ ഗംഭീരമായിക്കോട്ടെ, അടിപൊളി. ഇപ്പൊ സ്റ്റീലിന്റെ ഒക്കെ ആണെങ്കിൽ 1500 മതി മണിക്കൂറിന്. ഇത്തിരി പിച്ചളടി ഉണ്ട്, അതൊരു 2500. സ്വർണ്ണൊക്കെ ആണെങ്കിൽ നമുക്ക് 4000 രൂപ മണിക്കൂറിന്. അമ്മാമല്ലേ, അപ്പൊ ഗംഭീരമായിക്കോട്ടെ. അപ്പോൾ 4000 എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവന് കയ്യിൽ നിന്ന് പോയി, ഇത്ര പൈസ വേണം. അപ്പോൾ അമ്മാമയാണ്, പക്ഷെ അത്ര അടുത്ത അമ്മാമയല്ല, മരത്തിന്റെ വല്ല കുരിശുണ്ടോന്ന്. അത് ഇത്ര എക്സ്പെൻസീവ് ആയതുകൊണ്ട് അത് ചിന്തിക്കാൻ പറ്റില്ല. ഇനി ഇതേപോലെ ഇപ്പോൾ ബിസിനസ് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഇവരുടെയൊക്കെ നമ്മളവരെ കളിയാക്കാൻ പാടില്ല, അവരുടെ ജോലിയും ബിസിനസ് അതാണ്. ഇതേപോലെ ഒരു വിഭാഗം കൂടി ഉണ്ട്, നമ്മുടെ ഇൻഷുറൻസുകാരൻ നമ്മുടെ വേറെ ആഘോഷങ്ങളെ കുറിച്ച് ഒന്നുമല്ല നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുക. അവരെപ്പോഴും പറയണ ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് മരിച്ചതിനെ പറ്റി പറയില്ല, മരണശേഷമുള്ള കാര്യങ്ങൾ മാത്രമാണ് അവർ വന്ന് സംസാരിക്കുക. അപ്പോൾ നമ്മൾ തുടക്കം തന്നെ അവർ വന്നിരുന്ന ഇപ്പോൾ രമേശ് ചേട്ടനോട് സംസാരിക്കുകയാണ്. രമേശ് ചേട്ടൻ ഇൻഷുറൻസ് ചേർത്താൻ വന്ന ആൾ ആദ്യം തന്നെ സംസാരിക്കാൻ പറയും, ചേട്ടൻ ഇപ്പോൾ എത്ര വയസ്സായി എന്ന് ചോദിക്കുക. അത് കഴിഞ്ഞ ഉടനെ ഇപ്പോൾ ചേട്ടൻ ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ്, ഫാമിലിയൊക്കെ നന്നായിട്ട് പോകണം. ചേട്ടൻ ഇങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോൾ അതെ നമ്മൾ ഒരു 10,000 രൂപയുടെ സ്കീം ചേർന്നിട്ട് ഇരിക്കുകയാണ് വിചാരിക്കുക. ചേട്ടൻ വെറുതെ അങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് ബൈക്കൊന്നും തട്ടി, അല്ലെങ്കിൽ വെറുതെ സ്റ്റെപ്പൊന്നൊന്ന് വീണു, കാലൊന്നും ഒടിഞ്ഞു, 5 ലക്ഷം രൂപ കിട്ടുക. കുളിക്കോ? ഇനി ഭാഗ്യവശാൽ വീണപ്പോൾ 2 കാലം ഒടിഞ്ഞു വിചാരിക്കുക, 15 ലക്ഷം കിട്ടാൻ പോണു, 15 ലക്ഷം. ഇനി ഇതൊന്നും അല്ല, ചേട്ടൻ റോഡ് അങ്ങ് ക്രോസ് ചെയ്യുന്ന സമയത്ത് വണ്ടി വന്നൊരു പാണ്ടിലോറിടിച്ച് കൈയും കാലും കംപ്ലീറ്റ് വാങ്ങി ഒറ്റ കോടിയാ. പുളിക്കോ? പിന്നെ ആരാ ചേട്ടന്ന്? ഈ മരിച്ചു കിടക്കണ ആളുടെ അവസ്ഥ എന്ന് പറയും, പിന്നെ ആരാ ചേട്ടൻ? അപ്പം ഇങ്ങനെ എന്താ പറയുക, കുറേ മരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കുറേ സംഭവങ്ങൾ. ഇതിൽ എനിക്ക് ഓർമ്മ വന്നത് വേറെ ഒരു സിനിമ നമുക്കൊക്കെ ഇഷ്ടമാണ്. ജോണി സാർ ഇരിക്കുമ്പോഴും രമേശ് ചേട്ടൻ ഇരിക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു ഡയറക്ടറൊക്കെ കാണുമ്പോൾ നമ്മളെപ്പോഴും പറയാം, ചേട്ടാ സാറേ ഒരു ചാൻസ് തന്നേക്കണേ എന്നൊക്കെ എപ്പോഴും പറയും. അപ്പോൾ സിനിമ എന്ന് പറഞ്ഞാൽ 99% പേര് മനസ്സിന് സിനിമയാണ്. എപ്പോഴും പറഞ്ഞ് സിനിമയിലേക്ക് എത്തും. അപ്പോൾ ഇതുപോലെ കൂട്ടുകാരൻ്റെ അച്ഛൻ മരിച്ചിരിക്കുമ്പോൾ ഭയങ്കര സിനിമാ ഭ്രാന്തനാണ്. അപ്പോൾ നമുക്കറിയാം, മരിച്ച വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു നീലട്ടാർപ്പായ കസേര സെറ്റപ്പൊക്കെ ആയിട്ട് അതിൽ മകനെ ഒരു തോർത്തൊക്കെ ഇട്ട് അല്ലേ മുറ്റത്തും കിട്ടും. അപ്പൊ മകനോടാണ് ചോദിക്കെല്ലാരും, എടാ എന്തുണ്ടായത്, അച്ഛൻ എന്താ പറ്റിയെന്ന് ചോദിക്കില്ല. അപ്പൊ ഇവൻ സിനിമ ഭ്രാന്തനാണല്ലോ. അപ്പൊ ഇവൻ തുടങ്ങി അച്ഛൻ്റെ കാര്യം അറിയാലോ, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, സുഖമായിട്ടിരിക്കുന്നു. അപ്പോഴാണ് ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞത്, ആ നീ സുമേഷ് പെട്ടെന്ന് വാ, അച്ഛന് സുഖമില്ല പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ അച്ഛനെ ഇഷ്ടപ്പെട്ട് ആശുപത്രി പോയി ICU കയറ്റി. അച്ഛൻ പറഞ്ഞു ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര സീരിയസ് ആയിട്ട് ഇരിക്കുമ്പോൾ പിന്നെ അച്ഛന് കുറവായി, തിരിച്ചു വന്ന് ബാഡിലേക്ക് മാറ്റി. അങ്ങനെ ഇരിക്കുമ്പോൾ തിരിച്ച് കുറേ അച്ഛൻ സംസാരിക്കാൻ തുടങ്ങി, ഭക്ഷണം കഴിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ അതൊക്കെ ഒന്നൊരു സിനിമ കാണാന്ന് വെച്ചിട്ട് ഞാൻ പുലിമുരുകൻ കാണും. അതിൽ ആ പുലിമുരുകനിൽ മറ്റേ ആ സീനിലേക്ക് ശരിക്കും ആ വില്ലനൊക്കെ മാറ്റണം. ആ പുലി ഇങ്ങനെ ഒന്ന് ചാടുന്നത്, അമ്പയണതോ, ഷൂല, പിന്നെ ഫുള്ള് മരണക്കേസ് കിട്ടും. ഫുള്ള് പുലിമുരുകന്റെ കഥയും പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഇങ്ങനെ എന്താ സത്യത്തിൽ ഇപ്പൊ നമ്മൾ പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും തോന്നും ഇത് മരണം ഫുൾ നെഗറ്റീവ് ആണല്ലോ അല്ലെ, ഫുൾ മരണം നെഗറ്റീവ് പറഞ്ഞു. പക്ഷെ ഈ കാലഘട്ടത്തിൽ പോസിറ്റീവ് ആവണേക്ക് നല്ലൊരു നെഗറ്റീവ് ആയിരിക്കണം. അപ്പൊ താങ്ക് യു സർ. കൃഷ്ണകുമാറേ വളരെ നന്നായിരുന്നു. അതായത് കൃഷ്ണകുമാറിന് പണി അറിയാം, കൃഷ്ണകുമാറിന് ആളുകളെ എങ്ങനെ കയ്യിലെടുക്കണമെന്നറിയാം. ഫൈനാൻസ് നടത്തിയിട്ട് ഒന്നും നഷ്ടം വന്നിട്ടില്ല അല്ലേ? ഇല്ല എല്ലാ കാശും കിട്ടിയിട്ടില്ലേ? അതാണ് എവിടെ ചെന്നാലും ജീവിക്കും. കാരണം ഒരിടത്ത് പോലും ഡ്രോപ്പ് ആകാതെ ഇനി അല്പം ഡ്രോപ്പ് ആകാൻ സാധ്യതയുള്ളതിന് നിങ്ങളുടേതായ ഒരു ശൈലിയിൽ അതിനൊരു ഹൈപ്പൊക്കെ കൊടുത്ത് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. നിങ്ങൾ നല്ലൊരു വാഗ്മിയുണ്ട്, ഒരു നല്ല പ്രാസംഗികനുണ്ട്, എല്ലാ കഴിവുണ്ട് നിങ്ങൾക്ക്. അത്യാവശ്യം നന്നായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. ഇത് കുറിച്ച് വെച്ചോ, ഞാൻ പറഞ്ഞ 4 വ്യത്യാസം ഉണ്ടോന്ന് നോക്കിയോ? താങ്ക് യു സോ മച്ച്. കൃഷ്ണകുമാറെ, ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ തമാശ ഉണ്ടാക്കാൻ സ്ഥലം അന്വേഷിക്കുന്ന ആളുകൾ സ്ഥിരം ഓടിച്ചെന്ന് കയറുന്ന കുറെ സ്ഥലങ്ങളുണ്ട്. അവിടുന്ന് എളുപ്പത്തിൽ തമാശ കിട്ടും. ഈ വെള്ളം കിട്ടാൻ സാധ്യതയുള്ളിടത്ത് കിണർ ഒഴിക്കുന്ന പോലെയാണ് നമ്മൾ. പക്ഷെ നിങ്ങൾ ചെന്ന് പിടിക്കുന്ന സ്ഥലം പെട്ടെന്ന് നമുക്ക് തമാശ കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരു ഏരിയ ചെന്ന് പിടിച്ചിട്ടാണ് നിങ്ങൾ ഒരുപാട് തമാശകൾ പറഞ്ഞിട്ടിരിക്കുന്നത്. നമ്മൾ ഈ ബിസിനസിന്റെ ഒരു ആധിക്യം എല്ലാത്തിലും. നമ്മൾ പണ്ട് പറയുമായിരുന്നു മരിച്ചാൽ തീർന്നു, അതുവരെയുള്ള കളിയല്ലേ ഉള്ളൂ എന്ന് പറയുമായിരുന്നു. ഇന്ന് അവിടെയല്ല, മരിച്ചാലും പിന്നെയും അവിടെ നിന്നൊരു സെറ്റ് ഓഫ് ബിസിനസ് വേറെ കിടക്കുകയാണ്. അതിന്റെ ലൈവ് അടക്കം FBയിൽ ലൈവായിട്ട് വിടാനും യൂട്യൂബിൽ ഇത് ലൈവായിട്ട് വിടാനും അങ്ങനെയൊക്കെ ഇതിന്റെ പലതരത്തിൽപ്പെട്ട ആളുകൾ എല്ലാ ചടങ്ങുകളിലും ബിസിനസ്സായിട്ട് വന്നു തുടങ്ങി. ആ ഒരു പ്രദേശത്ത് ചെന്ന് ലാൻഡ് ചെയ്ത് അവിടുന്ന് കുറെ തമാശകൾ കൊണ്ടുവന്നു. വളരെ ഗംഭീരമായിരുന്നു അതിന്റെ പ്രകടനങ്ങളെല്ലാം കേട്ടോ. എന്തായാലും കലക്കി, എല്ലാം കൊണ്ടും നല്ല കമന്റ്സും ആണ് ലഭിച്ചത്. ഓൾ ദി ബെസ്റ്റ്, വീണ്ടും വരണം. ഞങ്ങൾ ഇവിടെ ജോണി ആന്റണി ചേട്ടൻ ഞാനുണ്ട്, ഞാൻ ഇത്രയും പേര് ഷൂട്ടിംഗ് നടക്കണം നിനക്ക് കണ്ടൂടെ? നീ എന്ത് തോന്നിയ ഷൂട്ടിംഗ് ഫ്ലോറിലോട്ട് കയറുമെന്ന് കാണിക്കുന്നത്? എന്റെ ഏട്ടാ ഞാനേ അപ്പുറത്ത് ക്രിക്കറ്റ് കളിച്ചോണ്ടിരിക്കുന്നു, എന്റെ ബോൾ ഇങ്ങോട്ടും വന്നിട്ടുണ്ട് ചേട്ടാ. ബോളാണല്ലേ ചേട്ടൻ കണ്ടോ?
ബോൾ ഇവിടെയാണോ നോക്കുന്നത്? ബോള് നീ ക്രിക്കറ്റ് കളിച്ചെടുത്ത് പോയി നോക്കണേ ഇറക്കാം. ഞങ്ങളുടെ ഷൂട്ടിംഗ് സ്ഥലത്ത് വന്നിട്ടുണ്ട് പക്ഷെ ചോദിക്കും. ഇങ്ങോട്ട് വന്നത് ബോള് ഞാൻ കണ്ടോ ഇങ്ങോട്ട് എവിടെ വരുന്നത്? ബോളൊന്നും ഇല്ല. നിങ്ങൾ കണ്ടോ? ഇല്ല ഇവിടെ ബോളൊന്നും വന്നിട്ടില്ല. എന്റെ ബോൾ നീ നടക്കണു വന്നേ. എന്ത് എന്ത് ബോൾ എവിടെയാണ്? നിന്റെ ബോളൊന്നും ഇവിടെ ഇല്ല കേട്ടോ. പോ. അടിച്ച് കണ്ണാൻ പൊടിക്കും. ഭൂമിയിട്ട് കുത്തണ്ടല്ലോ. ഇങ്ങനെയൊക്കെയാണ് എന്റെ കൂട്ടുകാരൻ എന്നെ പറഞ്ഞിട്ട്. ആ ബോള് കൊണ്ട് കൊടുത്തില്ലെങ്കിൽ അവരെന്നെ കൂമ്പിലിട്ട് കുത്തുന്നത്. എടാ നിനക്കേ മൂത്തവരോട് പെരുമാറാൻ അറിയാൻ പാടില്ല. എനിക്കത് മനസ്സിലായി കേട്ടോ. ഞാനേ വീട്ടിൽ വരട്ടെ. എനിക്ക് നിന്റെ അച്ഛനെ ഒന്ന് കാണണം. അച്ഛനെ കാണാനാണോ? ആ അങ്ങനെ ഉണ്ടെങ്കിലേ ഇന്ന് വരണ്ട, 14 ദിവസം കഴിഞ്ഞിട്ട് വന്നാ മതി. എന്ത് അച്ഛൻ മുത്തശ്ശനെ തല്ലിയ കേസിലേ ജയില്ല. എന്താ എന്റെ ബോള് നിങ്ങൾ എവിടേക്ക് പറയും? ഇന്ന് കളിപ്പിക്കില്ലേ? ബോൾ എവിടെ പോയേ? ഇവിടെ ബോളൊന്നും ഇല്ല. നീ പോയേ. ബോൾ നിന്നെ ആരെ കയറ്റില്ല. ഇല്ല അവിടെ ഒന്നുമില്ല. ആ ഭാഗത്തോട്ട് പോകാൻ പറ്റിയല്ല. ഇവിടെ ഇവിടെ ആരാ അവിടെ? ഇവരോട് ചുമക്കല്ലേ എന്ന് പറഞ്ഞു. ആ ചെറുക്കം കണ്ട എല്ലാവരോടും പറയും കേട്ടോ. കുഴപ്പമാവൂലോ, ഞാനാ പിടിച്ചെടുത്തത്. ഡേനെ ഞാനല്ല അയാൾ ഇവിടെ ഇരുത്താന്ന് പറഞ്ഞേക്കുന്നത്. അയാൾ അവിടെ ഇരിക്കുന്നുണ്ടോ എന്ത് കേസ് UAPA ചുമത്തി അകത്താക്കേണ്ടത് ജോണി ചേട്ടനാണ്. ഈ അവസ്ഥ പിഷാരടി കൂടെ തന്നെ പറ്റത്തില്ല. ചേട്ടനാണ് മനുഷ്യത്വം ഉണ്ടായിരുന്നല്ലോ. എവിടെ മനുഷ്യത്വം? ആ ചെറുക്കം കൊറോണ. മിസ്റ്റർ പിഷാരടി, മിസ്റ്റർ ജോണി ആന്റണി, എനിക്കെല്ലാം മനസ്സിലായി. മോനേടാ ഞാനല്ല. അല്ല നമ്മളിതാരും അറിഞ്ഞില്ലെന്നൊന്നും കരുതരുത്. അതെ മോനെ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. ഇതൊക്കെ ഒരു അബദ്ധാണോ? നമ്മളോടൊന്നും പറഞ്ഞില്ല. അല്ല അങ്ങനെ പെട്ടെന്നൊരു സാഹചര്യത്തില് അങ്ങനെ വേണ്ടി വന്നപ്പോ പരിപാടിയുടെ ഫോർമാറ്റ് മാറ്റി അല്ലേ? ഞാൻ കണ്ടു അവിടെ കേശവമാമ താടി കൊട്ടിച്ചു വെക്കുന്നത്. കേശവമാമൻ അവിടെ ഇരിപ്പുണ്ട്. അതെ അതെ, സ്കിറ്റിന് വേണ്ടിട്ട് പോയി കളിച്ച ബോള് എന്നോടെങ്കിലും പറയാറുണ്ട്. പറയടാ, നീ പരിപാടി കാണണല്ലേ? അവന്മാരെന്നെ തല്ലായിരുന്നു മതി. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത പെർഫോമൻസിലേക്ക് പോവാം. ആ പുള്ളി ചുമച്ചത് കൊള്ളാവും കേട്ടോ. ഓക്കെ, അടുത്ത പെർഫോമൻസ് ആയിട്ടുണ്ടോ ജോസഫ് ഫ്രം അങ്കമാലി. ജോസഫ് ഏട്ടാ സ്വാഗതം. താങ്ക് യു. ബ്രാൻഡ് ന്യൂ കൊമേഡിയൻ ആണോ? ബ്രാൻഡ് ന്യൂ അല്ല, ഒരു റിട്ടയർമെന്റ് കോമഡിയനാന്ന് പറയുന്നത്. കോമഡിയിൽ റിട്ടയർമെന്റ് ഇല്ല. നിങ്ങൾ വേറെ ഏതോ ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്തു ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അങ്കമാലിയിൽ എന്ത് ചെയ്യുന്നു? ഞാൻ കോപ്പറേറ്റീവ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ആണ്. ഞാൻ ഒരു ബാങ്കില് ഡെപ്യൂട്ടേഷനില് സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യാം. കാരണം ഈ മേഖലയിലൊക്കെ ഉള്ളവർ ഇങ്ങനെ ഒരു തമാശയുടെ ഒരു ഏരിയയിലോട്ട് വരാൻ കാണിക്കുന്ന മനസ്സ് വളരെ വലുതാണ് കേട്ടോ. നമുക്ക് തോന്നാറുണ്ടല്ലോ ചില ആൾക്കാർ ചിലത് ചെയ്യില്ല വരില്ല എന്നൊക്കെ ഉള്ളത്. അങ്ങനെ ചിന്തിക്കുമ്പം ഇങ്ങനെയുള്ള ഒരു മേഖലയിൽ നിന്നും അധികം ആരും വന്ന് കണ്ടിട്ടില്ല. വളരെ സന്തോഷം വന്നതിൽ. താങ്ക് യു. ജോസഫേട്ടാ ഗംഭീരം, പൊളിക്കും അല്ലേ? താങ്ക് യു. കടിച്ച് പറിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ ജോസഫ് ഏട്ടാ ഓൾ ദി ബെസ്റ്റ്. ഞാൻ ജോസഫ് അങ്കമാലി. ഞാൻ അങ്കമാലിയിലെ ഗവൺമെന്റ് ആശുപത്രിയിലാണ് ജനിച്ചത്. അതിനടുത്തുള്ള ഗവൺമെന്റ് സ്കൂളിലാണ് പിന്നെ പഠിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്കൊരു ഗവൺമെന്റ് ജോലി കിട്ടി. അപ്പനും അമ്മയും ഒക്കെ ഗവൺമെന്റ് സർവീസിലായതുകൊണ്ട് ഞാൻ പ്യുവർലി എ പ്രൊഡ്യൂസ് ഓഫ് കേരള ഗവൺമെന്റ് സ്കൂളിൽ ചേർന്നെങ്കിലും 4ാം ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് സ്കൂളിലാണ് പഠിക്കുന്നതെന്നൊരു ബോധം വന്നത്. നാരായണൻ സാറിന്റെ മലയാളം ക്ലാസ്. ആദ്യത്തെ പദ്യം ബന്ധനം എന്ന കവിത ചൊല്ലുന്നത് രാവിലെ തന്നെ കട്ടൻ കാപ്പിയും പഴങ്കഞ്ഞിയും കുടിച്ചു വരുന്ന കുട്ടികളുടെ മുമ്പിലാണ്. നിങ്ങളെപ്പോലെ ന്യൂഡിൽസ് ഒന്നുമല്ല രാവിലെ കഴിച്ചിട്ട് വരും. അവരുടെ മുമ്പിൽ നാരായൺ സാർ പാടുകയാണ്. ആവൂ വിശപ്പില്ലേ കാച്ചിയ പാലിത തൂവെള്ളിക്കിണ്ണത്തിൽ തേൻകുഴമ്പും. ഉച്ചയ്ക്ക് കിട്ടാൻ പോകുന്ന ഉപ്പുമാവ് സ്വപ്നം കാണുന്ന കുട്ടികൾക്ക് മുമ്പിൽ അതൊരു ക്രൂരതയായിരുന്നു. അതായത് മാഷിന്റെ പദ്യം ചൊല്ലലും പിന്നെ ആ വരികളിൽ പറഞ്ഞിരിക്കുന്നതും സഹിക്കാനാവാത്ത കാര്യങ്ങളാണ്. ഏതായാലും ഇനി അടുത്ത പദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത പദ്യം കുട്ടിയും തള്ളയും എന്നുള്ളതാണ്. വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോവുന്നിതാ. ഈ പദ്യത്തില് കുട്ടി അമ്മയോട് പറയുകയാണ്, ഈ വള്ളിയിൽ നിന്ന് കഥാ പൂവുകൾ പറന്നു പോകുന്നു. അപ്പൊ അമ്മ പറയാണ്, മോളെ അത് പൂവ് പറന്നു പോകുന്നതല്ല, അത് പൂമ്പാറ്റയാണ്. ഇത് നമ്മുടെ ജാസി ഗിഫ്റ്റിന്റെ കയ്യിലോ മറ്റോ കിട്ടിയിരുന്നെങ്കിൽ എത്ര മനോഹരമായനെ. ഈ വള്ളിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോവുന്നിതാ പറന്നമ്മേ, തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നൽപൂമ്പാറ്റകളല്ലേ ഇതെല്ലാം. വള്ളിയിൽ നിന്നു ചെമ്മേ, കമോൺ എവരിബഡി. വള്ളിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോവുന്നിതാ പറന്നമ്മേ,
പക്ഷേ ഞങ്ങൾക്ക് ഇന്ന് ഈ പാട്ട് യൂട്യൂബിലൊക്കെ 100 റീൽസ് ഓടുന്നുണ്ട്, വളരെ മനോഹരമായിട്ട് പാടിയത്. എന്നാൽ ഞങ്ങളെ പഠിപ്പിക്കാൻ അന്നുണ്ടായിരുന്നത് ദാസേട്ടൻ യേശുദാസ് സാറായിരുന്നു. അതായത് ഞങ്ങൾ സ്കൂൾ വിട്ടു പോകുമ്പോൾ ഓരോ വീട്ടിൽ നിന്നും റേഡിയോയിലൂടെ ആ സംഗീതം ഞങ്ങൾ കേൾക്കും. അന്ന് കേട്ട മനോഹരമായ ഗാനമായിരുന്നു ഞാൻ നിന്നെ പ്രേമിക്കുന്നു മാൻകിടാവേ, മെയ്യിൽ പാതി പകുത്തു തരൂ, മനസ്സിൽ പാതി പകുത്തു തരൂ മാൻകിടാവേ, ഞാൻ നിന്നെ പ്രേമിക്കുന്നു മാൻകിടാവേ. സത്യത്തിൽ ഈ പാട്ട് കേട്ടപ്പോഴാണ് അടുത്തിരുന്ന പെൺകുട്ടികളോട് വരെ നമുക്ക് ഒരു അടുപ്പം തോന്നിയത്. ഇന്നത്തെ സിനിമാ പാട്ട് കേട്ടാൽ അങ്ങനെയൊന്നും തോന്നില്ല. പേശികളൊക്കെ വരിഞ്ഞു മുറുകുന്നു, നാടിഞ്ഞരമ്പ് തടിച്ചു കൊഴുക്കുന്നു. എന്നാൽ അന്നത്തെ പാട്ടുകൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്രേമം അല്ലെങ്കിൽ സ്നേഹം തോന്നും. അപ്പോൾ 4ാം ക്ലാസ്സിൽ അങ്ങനെ കുട്ടികളുമായിട്ട് സൗഹൃദത്തിലായെങ്കിലും സ്കൂള് പെട്ടെന്ന് പൂട്ടി, വെക്കേഷനായി. അവരോടൊക്കെ പിന്നെ കാണാമെന്ന് പറഞ്ഞ് വിട പറഞ്ഞു. സത്യത്തിൽ സന്തോഷമായി. കാരണം രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ കളിക്കാലോ. അപ്പൊ അന്ന് പ്രധാനപ്പെട്ട കളി സാറ്റ് കളിയാണ്. സാറ്റ് കളിയിൽ ഒരാള് എണ്ണും, ബാക്കിയുള്ളവർ ഒളിക്കും. അങ്ങനെ ആവേശം മൂത്ത് ഉച്ചയാവാറായി കളിച്ച്. അപ്പോഴത്തേക്കും ദാഹം തോന്നിയിട്ട് ഓടിച്ചെന്ന് കിണറിൽ നിന്ന് വെള്ളം കോരി കുടിച്ച് എടാ നിക്കട്ടടാ ഞാനൊന്നും മുള്ളട്ടടാ എന്നും പറഞ്ഞ് തിരിഞ്ഞു നിന്നുകൊണ്ട് അങ്ങോട്ട് നോക്കിയിരുന്ന് മൂത്രമൊഴിക്കുകയായിരുന്നു. അപ്പോഴാണ് ജീവിതം നായ എന്നൊക്കെ ആ സംഭവം ഉണ്ടായത്. അതായത് പട്ടിയുടെ വായിലേക്ക് കോലിട്ട് കുത്തി കടിപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. മൂത്രമൊഴിച്ചാലത്തെ സ്ഥിതി എന്താ? ഏതായാലും നാട്ടുകാരൊക്കെ കൂടി ആശുപത്രിയിലാക്കി. ആശുപത്രിയിൽ വേദനയേക്കാളേറെ ആളുകളുടെ പരിഹാസമായിരുന്നു സഹിക്കാനാവാത്തത്. ഓരോരുത്തർ പറയാണ് ഇനി അവന് കുട്ടികൾ ഉണ്ടാവുമോ എന്നുവരെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ അമ്മാവൻ വന്നു. അമ്മാവനോട് ഞാൻ പറഞ്ഞു ഈ കുട്ടികൾ ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മാവൻ വളരെ തന്ത്രപൂർവ്വം പറഞ്ഞു, അതായത് നീ നിന്റെ വീട്ടിൽ കോഴികളില്ലേ പൂവ, അപ്പോൾ ഈ വീട്ടിൽ വരുമ്പോൾ പെടക്കോഴിയെയും പൂവൻ കോഴികളെയും നിരീക്ഷിക്കുക. അപ്പോൾ നിനക്ക് മനസ്സിലാവും കുട്ടികൾ ഉണ്ടാവുന്നത് എങ്ങനെയാണ്. എൻ്റെ ഈ ആയുസിൽ ഇത്രയും കാലത്ത് ഈ പെടക്കോഴീനെയും പൂവൻ കോഴിയിലും നിരീക്ഷിച്ചതിൽ എനിക്ക് ഇന്ന് വരെ ഒരു ചുക്കും മനസ്സിലായിട്ടില്ല, ഒന്നും കാണാനും പറ്റിയിട്ടില്ല. പാവം പെടക്കോഴിയുടെ തല കൊത്തിപ്പറിക്കുന്നതല്ലാതെ. ഇങ്ങനെ സംശയങ്ങൾ അനവധി ബാക്കി വെച്ചുകൊണ്ടാണ് 4ാം ക്ലാസ്സിൽ നിന്നും 5ാം ക്ലാസ്സിലേക്ക് പ്രമോഷനായത്. 5ാം ക്ലാസ്സിലേക്ക് പ്രമോഷനായി അന്നത്തെ ദിവസം സ്കൂളിൽ ചെന്നപ്പോൾ വളരെ ദയനീയമായിരുന്നു. കാരണം ഞങ്ങളുടെ ക്ലാസ്സിലുള്ള പെൺകുട്ടികളെ എല്ലാം അടുത്തുള്ള കോൺവെന്റ് സ്കൂളിലേക്ക് ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോയി. ഞങ്ങളെല്ലാം 1 കിലോമീറ്റർ അപ്പുറമുള്ള ബോയ്സ് ഹൈസ്കൂളിലേക്ക് കൊണ്ടുപോയി. സത്യം പറഞ്ഞാൽ വളരെ ഇന്നത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ശോകമായിരുന്നു. അതായത് മരുന്നിനൊരു പെൺ ടീച്ചർ പോലും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഈ കഞ്ഞി വയ്ക്കാൻ വരുന്ന സ്ത്രീ പോലും സ്ത്രീ അല്ലാതെ ഒരു പുരുഷനായിരുന്നു. അപ്പോൾ ഞങ്ങളെപ്പോലെ തന്നെ ഞങ്ങളുടെ മാഷന്മാരും തുല്യ ദുഃഖിതരായിരുന്നു. എന്ന് മനസ്സിലായത് DO വന്ന ദിവസമാണ്. DO വന്ന ദിവസം തന്നെ മാഷന്മാരൊക്കെ ചാടി എണീറ്റ് അറ്റൻഡൻസ് രജിസ്റ്ററും കക്ഷത്ത് വെച്ച് പാഞ്ഞു വരുന്നു. അല്ലെങ്കിൽ ഞങ്ങളെ കണ്ട വടിയെടുത്ത് തല്ലിക്കൊല്ലുന്ന കണക്ക് മാഷന്മാർ വരെ ചിരിക്കുന്നു. ഞങ്ങൾക്ക് വളരെ അത്ഭുതമായിരുന്നു. പിന്നീടാണ് കാര്യം മനസ്സിലായത്. DO നമ്മുടെ ഡയനയെ പോലെ ഒരു സുന്ദരിയായിരുന്നു. DO പക്ഷേ 2 ക്ലാസ്സിൽ കയറി കഴിഞ്ഞിട്ട് സ്ഥലം വിട്ടു. അങ്ങനെ DO പ്രതീക്ഷിച്ചിരുന്ന ഞങ്ങളും ഞങ്ങളുടെ ക്ലാസ്സിലെ മാഷന്മാരും നിരാശപ്പെട്ടു. അപ്പോൾ ഈ സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞാൽ ഒരു പുരോഗതി ഉണ്ടാവില്ല. കാരണം എന്താ, വിശാലമായ ഗ്രൗണ്ട് ഉണ്ടായിട്ടും അവിടെ സ്പോർട്സിൽ ഒരു മിടുക്കനായ ഒരാൾ ഒളിമ്പിക്സിലോ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലെവലിലോ നാഷണൽ ലെവലിലോ പോയിട്ടില്ല. കാരണം എന്താ, ഈ ഓടി കിതച്ച് വരുമ്പോൾ ഇതാര് കാണാനാ? അതുപോലെ തന്നെ യൂത്ത് ഫെസ്റ്റിവലിൽ സ്ഥിരം ഒരേ ഐറ്റം മാത്രമേ ഉള്ളൂ. എന്താ, രാവിലെ തുടങ്ങും, അന്നത്തെ ഹിറ്റ് പാട്ടാണ് സുപ്രഭാതം സുപ്രഭാതം സുപ്രഭാതം. ഉച്ചയാകുന്നത് വരെ ആ പാട്ട് കണ്ടിന്യൂ ചെയ്യും. വന്നൂർ ഈ പാട്ട് മാത്രം പാടും. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം പദ്യപാരായണത്തിന്റെ കാര്യം പറയണ്ടല്ലോ. സ്ഥിരം ഒരേ ട്യൂണിലുള്ള പാട്ട്. ഇപ്പോഴാണ് പാട്ടിൻ്റെയൊക്കെ ട്യൂണൊക്കെ വ്യത്യാസപ്പെടുത്തി പാട്ടുകളൊക്കെ പാടി തുടങ്ങി. പിന്നീട് വരുന്നത് സംക്രമണം എന്നൊരു നാടകം. അതായത് ആ സ്കൂള് തുടങ്ങിയ കാലത്ത് കളിക്കാൻ തുടങ്ങിയ ഏകാംഗ നാടകമാണ്. അതിലൊരു മതമുണ്ട്, നിയമമുണ്ട്, ഒരു ശാസ്ത്രമുണ്ട്. ഇതൊക്കെ ഓരോ കുപ്പായം ധരിച്ചു വരും. ആ ഒരു ഏകാംഗ നാടകം 1 കൊല്ലം മാത്രം ഞങ്ങൾ വളരെ സന്തോഷിച്ചു. കാരണം ഒരു സുന്ദരിയായ പെണ്ണ് വന്നിട്ട് പാലാഴി കടഞ്ഞെടുത്തോരഴകാണു ഞാൻ, അങ്ങനെ ഒരു നൃത്തം ചെയ്തു. സത്യം പറഞ്ഞ മനസ്സിൽ കുളിര് കോരിയിട്ട പോലെ. കാരണം ജീവിതത്തിൽ ആദ്യമാണ് ഒരു സുന്ദരി പെൺകുട്ടിയുടെ ഡാൻസ് ഞങ്ങൾ കാണുന്നത്. പിന്നീടാണ് മനസ്സിലായത് അത് 9ാം ക്ലാസ്സിലെ സത്യശീലൻ പെൺവേഷം കെട്ടി ചെയ്തതാണ്. അപ്പോൾ യുവജനോത്സവത്തിലും ആരും കാണാനില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളൊന്നും മോണാക്ട് ഒന്നും കളിച്ചിട്ടില്ല. കളിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. ടോം ജോസ് എന്ന് പറയുന്ന ഒരു സാറുണ്ടായിരുന്നു. ആ സാറ് എന്നെ ക്ലാസ്സിൽ എല്ലാ ദിവസവും മിമിക്രിയും മോണാക്റ്റും കളിക്കാൻ വിളിക്കും. ക്ലാസ്സിൽ പിള്ളേരെ ബോറടിച്ചിരിക്കുമ്പോൾ പിള്ളേരെ ഒതുക്കി ഇരുത്താൻ വേണ്ടി. അതായത് എൻ്റെ മോണാക്ട് സഹിക്കണ്ടല്ലോ എന്ന് ഓർത്ത് പിള്ളേർ മര്യാദയ്ക്ക് ഇരുന്നോളൂല്ലോ. അങ്ങനെ ഞാൻ പോലും അവിടെ ആ സ്കൂളിൽ ഒരു മോണാക്റ്റോ മിമിക്രിയോ കളിച്ചിട്ടില്ല. പദ്യപാരായണം നടത്തിയിട്ടുണ്ട്. ഇതും എന്താ കാര്യം, ആര് കാണാനാ? പിന്നെ ആകെയുള്ളത് അവിടെ ഞങ്ങൾക്ക് എവിടെ വേണമെങ്കിലും നിന്ന് മൂത്രമൊഴിക്കാം.
കാരണം ആരും ചോദിക്കില്ല, ആര് കാണാനാ. അപ്പോൾ അതാണ് ആ സ്കൂളിൻ്റെ അവസ്ഥ. ഈ സ്കൂളിൽ പഠിച്ചിരുന്നാൽ ഞങ്ങളുടെ ഭാവി അവതാളത്തിലാവും. ഇനി എങ്ങനെയെങ്കിലും ഒരു പെൺകുട്ടികൾ കൂടെ ഇരുന്ന് പഠിക്കണം. അതിനുവേണ്ടി ഞങ്ങൾ വളരെ താല്പര്യത്തോടു കൂടി പഠിച്ചു. കോളേജിലെത്തിയാൽ അതിന് സാധിക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നി. ഫസ്റ്റ് ക്ലാസ് വേണം, ഞങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടുമോ, പെൺകുട്ടികളുടെ ഒപ്പം ഇരുന്ന് പഠിക്കാൻ പറ്റുമോ തുടങ്ങിയ അനവധി ചോദ്യങ്ങളുടെ ഉത്തരത്തിന് അടുത്ത എപ്പിസോഡ്. നന്ദി, നമസ്കാരം. ജോസഫേട്ടാ, സ്കൂൾ മെമ്മറീസിലൊക്കെ കൊണ്ടുപോയി. ആദ്യം പാടിയില്ല കവിത, ഞാൻ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാ. നിങ്ങളൊക്കെ ഒരേ കാലഘട്ടത്തിൽ പഠിച്ചവരല്ലേ? നമ്മളൊക്കെ ഇത് വല്ലതും കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ആ കവിത ജോണി ചേട്ടൻ പഠിക്കുമ്പോ ഈ കവിത ഉണ്ടോ? കവിതയില്ല. ഈ കവിത ഇല്ല. ഈ കവിതയിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഏത് കവിത? ആവു വിഷപ്പിലെ കാച്ചിയ പാലിത. അല്ല, ഞാനൊക്കെ പഠിക്കുമ്പോ തിങ്കളും താരങ്ങളും തൂവിള്ളി കത്തിരിച്ചെന്നും ആയിട്ടുണ്ട്. ഇത് പഴയ സിലബസ്, നിങ്ങളുടെ ബാച്ച് പഠിക്കുമ്പോഴുള്ള കവിതയാണ്. പിന്നെ ഇത് മാറ്റിയായിരുന്നു. ആയിക്കോട്ടെ, ആ കാലഘട്ടത്തിലാണുള്ളത്. ആയിക്കോട്ടെ എന്നല്ലാണ്ട് ഇപ്പൊ എന്ത് പറയും? ആ ജോസഫേട്ടാ, വളരെ നന്നായിരുന്നു. താങ്ക് യു. പ്രത്യേകിച്ച് ആ ഗവൺമെന്റ് ആയിട്ട് കണക്ട് ചെയ്തതൊക്കെ. വീട്ടിലെല്ലാവരും ഗവൺമെന്റിലായിരുന്നു, ഗവൺമെന്റ് ജോലിക്കാരായിരുന്നു. ഞാൻ ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചത്. മൊത്തത്തിൽ ആ ഒരു കണക്ഷനിൽ തുടങ്ങിയിട്ട് വളരെ രസകരമായി. ഇടയ്ക്ക് ചെറിയ റൊമാൻറ്റിക് ആലയനൊക്കെ ആയെങ്കിലും രസമുണ്ടായിരുന്നു. ഒരു നമ്മുടെയൊക്കെ ഒരു കുറെ എഴുതുമോ? കുറച്ചൊക്കെ എഴുതാൻ പറ്റും. എഴുതാൻ പറ്റും. പിന്നെ ഒരു ഗുണം വെച്ചാൽ ഈ നമ്മുടെ ആലുവ അങ്ങോട്ട് കഴിഞ്ഞ് അങ്കമാലിയുടെ ഒരു തമാശ ഉണ്ടല്ലോ, അങ്കമാലി ചാലക്കുടി, അതൊക്കെ നന്നായിട്ട് ജോസഫേട്ടൻ നന്നായിട്ട് വഴങ്ങുന്നുണ്ട്. അപ്പൊ എന്തായാലും വളരെ നന്നായിരുന്നു. ബാഹുബലി വലിയ 2 ഭാഗമാണല്ലോ. അടുത്ത എപ്പോഴാ? അടുത്ത എപ്പിസോഡ് അടുത്ത ടൈം കൂടുതലായി പോകുന്നുള്ളതുകൊണ്ടാണ്. അതല്ല, അടുത്ത എപ്പിസോഡ് വന്നാൽ ബാക്കി. ഇപ്പൊ പുറകിട്ട് കുത്തേ ഉള്ളൂ. അതെന്തിനാന്ന് അടുത്ത എപ്പിസോഡിലേ പറയുള്ളൂ. അപ്പൊ എന്തായാലും ഒത്തിരി നന്നായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. ജോസഫേട്ടാ, ഞാൻ എപ്പോഴും അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ശ്രമത്തിനെയാണ്. നമ്മൾ തമാശ പറയുന്നവർ തമ്മിലൊക്കെ ഏറ്റക്കുറച്ചിലുണ്ടാവും, അതിൽ കഴിവുകളൊക്കെ വ്യത്യാസമുണ്ടും. ജോസഫേട്ടൻ നല്ലതായിരുന്നു. എങ്കിലും നമ്മളിത് പറയാൻ തയ്യാറാകുന്ന ഒരു മനസ്ഥിതി, പിന്നെ കട്ടെടുത്ത തമാശകൾ ഇല്ലാതിരിക്കുക. തമാശകൾ ഉണ്ടാക്കുന്നതും തമാശകൾ സമാഹരിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഒരുപാട് പേര് ഇവിടെ വരുന്നവർ തമാശ സമാഹരിച്ചുകൊണ്ട് വരികയാണ്. ചേട്ടനൊക്കെ ഉണ്ടാക്കിയ അവനവന്റെ ജീവിതത്തിലുള്ള ചില കാര്യങ്ങൾ, ഇതൊന്നും പല കാര്യങ്ങളും തമാശയാണോ എന്ന് ചോദിച്ചാൽ തമാശ അല്ല. എന്നാൽ പക്ഷെ പറയുമ്പോഴും കേൾക്കുമ്പോഴും അതിൻ്റെ ഒരു കൗതുകവും ഒരു രസവും ഒക്കെ ഉള്ള കുറെ ഏരിയകൾ ഇതിനകത്തുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ നിങ്ങളുടെ സ്കൂളിൽ DEO വന്നു. ആ DEO ഡയാനെ പോലെ സുന്ദരിയായിരുന്നു എന്ന് പറഞ്ഞതൊരു സൂപ്പർ തമാശയായിരുന്നു. പറഞ്ഞതിനകത്ത് ഇത്രയും നല്ലൊരു തമാശ, ഇത്രയും ഡെപ്തുള്ളൊരു തമാശ, അകക്കാൻ പൊള്ള ഉഗ്രം തമാശയായിരുന്നു അതപ്പം അതിലൂടെ ആക്ഷേപഹാസ്യത്തിലും വിദഗ്ധനാണ് ജോസഫേട്ടൻ തെളിയിച്ചു. അപ്പൊ നല്ല കമന്റ്സ് ആണ് ജോസഫേട്ടന് കിട്ടിയിരിക്കുന്നത്. Thank you. നല്ല പെർഫോമൻസ് ആയിരുന്നു, എല്ലാവർക്കും ഇഷ്ടമായി. അപ്പൊ വീണ്ടും വരണം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വൺസ് അപ്പോൺ എ ടൈം വേർഷൻ 2.0 അടുത്തതായി എക്സലൻസ് അവാർഡ് സെഗ്മെന്റ് ആണ്. നമ്മുടെ ഈ സെഗ്മെന്റിൽ ഇന്ന് അതിഥിയായി എത്തുന്ന കലാകാരൻ, ഹാസ്യ കലാകാരൻ, അവതാരകൻ, അഭിനേതാവ് എന്ന നിലയിലൊക്കെ നമുക്ക് ഏറെ ഇഷ്ടമുള്ള ശ്രീ കലാഭവൻ ജിൻഡോ. അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ജിൻഡോ വർഷങ്ങളായിട്ട് പരിചയമുള്ളൊരു സുഹൃത്താണ്, നല്ല കലാകാരനാണ്, നല്ലൊരു സംഘാടകനാണ്. ജിൻഡോ മിമിക്രിക്കാർക്കിടയിൽ നമ്മൾ പറയുന്ന പോലെ, അതായത് കലയും കലാകാരനും ഒക്കെ എപ്പോഴും ഒരു വശത്ത് നിൽക്കുമ്പോഴും ഈ വ്യക്തിപരമായ നമുക്കൊരു സൗഹൃദം, വ്യക്തിപരമായി നമുക്കൊരു ഇഷ്ടമുണ്ടാകുന്ന ചുരുക്കം ചില വ്യക്തികളിൽ ഒരാളാണ് ശ്രീ കലാഭവൻ ജിൻഡോ. വിഷുവിന്റെ കല്യാണം നടത്തി കൊടുത്തത് ഞാനാണ്. എന്റെ കല്യാണത്തിന് അവൻ ആങ്കർ ചെയ്തു, അതാണ് ഇവൻ നടത്തി കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് അവകാശപ്പെടുന്നത്. അപ്പൊ എല്ലാം നല്ല നല്ല കാര്യങ്ങളൊന്നും അല്ല സാറ്. എനിക്കറിയാം, കാരണം ഞാൻ അമേരിക്കയിൽ പോകാനുള്ള, നമ്മുടെ ഈ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് ആർട്ടിസ്റ്റുകൾ പോകുമ്പോൾ ഒരു ലെറ്റർ വേണം, അല്ലെങ്കിൽ സിനിമ ഫീൽഡിലുള്ള ഒരാൾ വേണം, എഴുതണം. ഞാൻ സാറിൻ്റെ അടുത്ത്, അപ്പൊ ലിനു ആന്റണി എന്ന് പറയുന്ന സാറിന്റെ അസോസിയേറ്റ്, ഞാൻ ചെന്ന് സാറേ, അപ്പൊ സാറിന്ന് എനിക്കൊന്ന് തുറപ്പൂലാൻ നടക്കുന്ന സമയമെന്ന് എനിക്ക് തോന്നുന്നു. സാറ് ഏജന്റോ അല്ല, അപ്പൊ ആരൊക്കെയാണ് ആർട്ടിസ്റ്റുകൾ? സുധീഷ് ഏട്ടനുണ്ട്, നമ്മുടെ കോഴിക്കോട് സുധീഷ് ഏട്ടൻ, ഞങ്ങൾ കുറെ രാജേഷ് ഹെബ്ബാർ, അങ്ങനെ കുറെ ആർട്ടിസ്റ്റുകളുണ്ട്. സാറിന്റെ സൈൻ കിട്ടിയാൽ എംബസി പോകാൻ പറ്റുള്ളൂ. ആ അമേരിക്ക വിട്ട സാറാണ് ഇരിക്കുന്നത്. സാർ നമസ്കാരം. പക്ഷെ ആ സാർ ഇതുവരെ അമേരിക്ക പോയിട്ടില്ല. സാറിന് അമേരിക്ക സാറ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും. ഇവൻ അമേരിക്കയെ കൊണ്ടുവന്നതിന്റെ ആളാട്ടോ ആൾക്കാരെ. അങ്ങനല്ല, ഷോ സാറ് വരികയാണെങ്കിൽ കൊണ്ടുപോകും. അല്ല, എനിക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ ജിൻഡോയെ വേറൊരു പരിചയമുണ്ട് നമ്മൾ തമ്മിൽ. ആ സാർ, അതായത് നമ്മള് ഇവിടെ ഇതേ ഫ്ലോറിൽ തന്നെ അയ്യോ ഒരു വലിയ ഷോ, അതായത് എനിക്ക് അത് മറക്കാൻ പറ്റില്ല. കാരണം ആ ഷോ എന്റെ ഒരു ഇംഗ്ലീഷ് വാക്ക്, എനിക്ക് വിദ്യാഭ്യാസം കുറവാണ്, സാറാണ് എന്നെ ഒരു ഇംഗ്ലീഷ് വാക്ക് പഠിപ്പിച്ചത്. കൺസിസ്റ്റൻസി, ആ വാക്ക് പറയാൻ പറയാമോ സാർ? ഒന്ന് പറയാം, ഞാൻ അവതാരകനായിരുന്നു. ഒന്ന് പറഞ്ഞേ.
കൺസിസ്റ്റൻസി. ആ ഓക്കെയോ? അതായത് വേദപുരാത്ത നാദൃശൻ നവാസും ഒക്കെ ഇരിക്കുന്നത് ഒരു 12 പ്രാവശ്യം ആ വാക്ക് പറയാൻ പറ്റുന്നില്ല. ഞാൻ ജിൻഡോയ്ക്ക് അവസാനം ജിൻഡോയെ കയറി കൺസിസ്റ്റൻസി കുട്ടാ എന്നൊക്കെ അങ്ങനെ വിളിക്കാതെ. ജിൻഡോ എന്ന് പറയുന്ന കലാകാരനെ കുറിച്ച് പറയുമ്പോൾ ജിൻഡോ ഇന്ന് സീരിയലുകളിൽ ഒരുപാടുണ്ട്, സിനിമകളിലുണ്ട്, ഒരുപാട് ഷോകളുടെ സംഘാടകനാണ്. കലാഭവൻ മണിച്ചേട്ടന്റെ കൂട്ടത്തിൽ ഏകദേശം 6-7 വർഷത്തോളം, അതിൽ കൂടുതൽ വർഷത്തോളം മണിച്ചേട്ടന്റെ ഷോകൾ മുഴുവൻ സംഘടിപ്പിച്ചതും മണിച്ചേട്ടനോടൊപ്പം മണിച്ചേട്ടൻ ജിൻഡോയോട് ചോദിച്ചിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നതും ഷോയ്ക്ക് വേണ്ടി മണിച്ചേട്ടൻ ആരെങ്കിലും വിളിച്ച ജിൻഡോയുടെ നമ്പറാണ് കലാഭവൻ മണിച്ചേട്ടൻ കൊടുത്തുകൊണ്ടിരുന്നത്. മണിച്ചേട്ടനുമായിട്ട് അത്ര ആത്മബന്ധമുള്ള ഒരാള്, ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരാളാണ് ജിൻഡോ, സാധാരണഗതിയിലുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് അങ്ങനെ സംഘാടനം ചെയ്യാൻ പറ്റുന്നത്. അതിന്റെ കാരണം ജിൻഡോ ഇവിടെയൊക്കെ വരുന്നതിന് മുമ്പ് വർഷങ്ങളോളം കലാഭവനിലെ ആബേൽ അച്ഛന്റെ പ്യൂണായിരുന്നു. അവിടുത്തെ പ്യൂണായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഓർമ്മയുണ്ടല്ലേ? അത് എത്ര വർഷം ഉണ്ടായിരുന്നു ജിൻഡോ അവിടെ? ഞാൻ 98-ലാണ് എറണാകുളത്ത് വരുന്നത്. ഞാൻ എന്റെ നാട്ടിലെ കൊച്ചിൻ കലാഭവന്റെ മിമിക്സ് പരേഡ് വന്നു. ഷാജാട്ടൻ, നവാസിക്ക, പിന്നെ ഷിബുചാന്റെ ഗ്യാപ്പിലാണ് ഞാൻ ശരിക്കും മിമിക്രിയിലേക്ക് കലാഭവനിൽ കയറുന്നത്. ഷിബുചാൻ ഗൾഫിൽ പോയപ്പം എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ നോക്കി എന്റെ നാട്ടിലാണ് ഈ മിമിക്സ് പരേഡ് നടക്കുന്നത്. എനിക്കിത് കണ്ടിട്ട് ഞാൻ 7ാം ക്ലാസ് പോലെ സ്റ്റേജിൽ കയറാൻ തുടങ്ങിയതാ. സ്റ്റേജിൽ കയറുമ്പോൾ നമ്മള് മിമിക്രിയാണല്ലോ അനുകരിക്കുന്നത്. അന്ന് സുരേഷ് ഗോപി സാറിനെ അനുകരിക്കും, ലാൽ സാറിനെ അനുകരിക്കും, മമ്മൂക്കനെ അനുകരിക്കും, എല്ലാവരും അനുകരിക്കും. പക്ഷെ എല്ലാ ശബ്ദം എന്റെ തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. അപ്പോൾ ഞാൻ കലാഭവനിൽ എങ്ങനെ കയറാൻ പറ്റും? അങ്ങനെ SLC പരീക്ഷ എഴുതി. മാർച്ചിൽ SLC പരീക്ഷ കഴിഞ്ഞു. റിസൾട്ട് വന്നപ്പം ഞങ്ങളുടെ സ്കൂളിൽ ഫെയിൽഡ് എന്ന് പറയുമ്പോൾ ഓക്കെ സാർ താങ്ക് യു എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ച് വിജയിച്ചു എന്നാണ്. ഞാൻ തോറ്റുപോയതാ. SLC തോറ്റ് അന്ന് നേരെ ബസ്സിൽ കയറി. ഇപ്പൊ ഞാൻ എന്റെ ചെമ്പുകടവ് എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയില് ചെമ്പുകടവ് എന്ന് പറയുന്ന സ്ഥലമാണ് എന്റെ സ്ഥലം. ആ സ്ഥലത്തുനിന്ന് ഞാൻ പോകുകയാണ് വീട്ടില് മമ്മിയോട്. എങ്ങോട്ടാന്ന് പോലും എനിക്ക് പോലും അറിയത്തില്ല. ഞാൻ അങ്ങനെ എറണാകുളം സൗത്തിൽ വന്നു. ഇവൻ പറഞ്ഞ കേട്ടാല് KGF-ലെ റോക്കി ബായ് ബോംബെയിൽ പോയ കഥ പോലെ ഇവൻ കലാഭവനി ഞങ്ങളൊക്കെ പോയിട്ടുള്ള അവസരം ചോദിക്കാൻ പറ്റുന്നതാണ് ഈ പറയുന്നത്. പക്ഷെ പിഷാരടി അവിടെ പിഷു അവിടെ പഠിക്കാൻ വരുമ്പോ ഞാൻ അവിടെ പിയോണാണ്. ഞാൻ അതുകൊണ്ട് ഇവനെ ആരടാ അതുകൊണ്ട് കാരണം ഞാൻ കലാഭവനിൽ ബിബിൻ, പിഷു, ജയൻ, ജയസൂര്യ, പിന്നെ വിഷ്ണു ഇവരെല്ലാം അവിടെ പഠിക്കാൻ വരുമ്പോ ഞാൻ സൂര്യൊക്കെ കലാഭവനിൽ കുറച്ച് ദിവസം മിമിക്രി പഠിക്കാൻ പോയിട്ടുണ്ട്. അന്നേരം ഇവൻ കലാഭവൻ ചെല്ലുമ്പോൾ ആബേൽ അച്ഛൻ അവിടുത്തെ വലിയ ആളാണല്ലോ. ആബേൽ അച്ഛന്റെ പ്യൂൺ എന്ന് പറഞ്ഞാൽ ഇവൻ അവിടെ സ്വാധീനം കൂടുതലാണ്. അപ്പൊ നമ്മൾ അവിടേക്ക് ഇറങ്ങി നീ മൂളിയ ഞങ്ങൾ ഓടണം. അതുപോലെ ഒരു മൂളിരുകാരനായിരുന്നു ഇവൻ അന്ന് കാലത്ത്. പക്ഷേ ആബേൽ അച്ഛൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരുപാട് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ കൂടെ കുറെ നാൾ നിന്നതിൻ്റെതായ ഒരു ക്വാളിറ്റി ജിൻഡോ എന്ന് പറയുന്ന കലാകാരനുണ്ട്. പിന്നെ സ്റ്റേജുകളിലാണെങ്കിലും ഞാനും മനോജ് ഗിന്നസും ജിൻഡോയും കൂടെ ഖത്തറിലൊരു ഷോയ്ക്ക് പോയപ്പോ ജോണി ചേട്ടാ ഇവനോടൊരു ഇന്റർവ്യൂ ആയിട്ട് വേണം. മനോജ് ഗിന്നസും ഞാനും കൂടെ അവസരം ചോദിക്കുന്ന ഒരു ഡയറക്ടറിന്റെ അടുത്ത് പോകുന്നു. അങ്ങനെ ഖത്തറിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്റർവ്യൂ ഐറ്റമാണ്. ഇവനാണ് ഇന്റർവ്യൂവിന് ചോദ്യം ചോദിക്കാൻ നിൽക്കുന്ന ആള്. ഡയറക്ടർ ആവണം. ഇവനാണ് ഷോയുടെ ആങ്കർ. അപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നീ ഒരു പേപ്പറിൽ 10-12 ചോദ്യങ്ങളുണ്ട് ഞങ്ങളോട് ചോദിക്കാനുള്ളത്. ഇത് എഴുതി പോക്കറ്റ് ഇട്ടോ, സമയമാകുമ്പോൾ അതെടുത്തിട്ട് ഡയറക്റ്റ് സ്ക്രിപ്റ്റ് ആണെന്ന് പറഞ്ഞ് ഇങ്ങനെ കൈ പിടിക്കാമല്ലോ, ഒരു പേപ്പർ കൈ പിടിക്കാൻ കുഴപ്പമില്ലോ എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു. ഇവനത് പോക്കറ്റിലിട്ടു. സമയമായി. ആ സ്കിറ്റ് വന്നപ്പോ ഇവൻ അത്ര നേരം ഇട്ട ഷർട്ട് ഇടണ്ട, കാരണം ഞാൻ ആങ്കർ ചെയ്തതല്ലേ, മാറ്റിയേക്കാന്ന് പറഞ്ഞ് ഇവൻ ഓടിപ്പോയി ഷർട്ട് മാറിയിട്ട് വന്നു. ഞാൻ വന്നു, സാറേ ഇവിടെ അഭിനയിക്കാൻ ആഗ്രഹിച്ച് കുറെ പേര് നിൽക്കുന്നുണ്ട്, കയറിപ്പോരെ എന്നൊക്കെ പറഞ്ഞ് ഞാനും മനോജ് ഇന്നസും കൂടെ സ്റ്റേജിൽ വന്നപ്പോ നിങ്ങളോട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടോ. ഞാൻ പോക്കറ്റ് കേട്ടപ്പം ഊരി വെച്ച ഷർട്ടിന്റെ പോക്കറ്റില്ല, സ്ക്രിപ്റ്റ് പാളി. സ്റ്റേജിൽ ആൾക്കാരിയ്ക്കുമ്പോ ഇവൻ എന്തെന്നറിയോ ഞങ്ങളോട്, നിങ്ങൾ ഇവിടെ നിൽക്കുന്നു പറഞ്ഞിട്ട് ഇവൻ ഇറങ്ങിപ്പോയി. ഞാനും മനോജ് ഇന്നസും അയാൾ എവിടെ പോയെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞ് നിൽക്കുക. അപ്പൊ ഇവൻ ഓടിപ്പോയി ആ ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്ന് ആ പേപ്പറിങ് എടുത്തോണ്ട് വരുന്നതിന് പകരം ഇവൻ എന്തോ ആ സമയത്തെ പ്രശ്നത്തിന് ടെൻഷന് ഇവൻ പോകുന്ന പോക്കറ്റിൽ തന്നെ ഇട്ട ഷർട്ട് ഊരിയിട്ട് അവിടെ പോയിട്ട് ആ ഷർട്ട് എടുത്തിട്ടു. അതിന്റെ പോക്കറ്റിലാണല്ലോ ഈ ചോദ്യം. ഈ ഷർട്ട് മാറി വന്നിട്ട് ചോദ്യം ചോദിക്കാൻ വന്നപ്പോ മനോജ് ചോദിച്ചു, സാർ ഷർട്ട് മാറാൻ പോയതാണോ എന്ന് ചോദിച്ചു മനോജ് സ്റ്റേജിൽ നിന്ന്. ഇവൻ ഒരു മനോധർമ്മം, അല്ലല്ല ഞാൻ നേരത്തെ പോയ ആളുടെ ഇരട്ട സഹോദരനാണ് എന്നൊരു കഥ പറഞ്ഞിട്ട് ഉയ്യോ മനോജ് ആ സ്കിറ്റ് മുഴുവൻ ഇരട്ട സഹോദര എന്ന് വിളിച്ചിട്ട് ഇവിടെ പറഞ്ഞ എല്ലാം ഉള്ളത് തന്നെ. അതിന്റെ വെറുതെ പറയുന്നത് എന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന കഥകൾ കുറെ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഷിൻഡോ എനിക്ക് തോന്നിയിട്ടുള്ള ഷിൻഡോ അന്ന് കണ്ട പോലെ തന്നെയാണ് ഇന്നും. വലിയ കാര്യം, അവർ എപ്പോഴും പോസിറ്റീവ് എനർജി ഉള്ള ഒരാളാണ്. പിന്നെ ജിൻഡോ ആരെയും പിണക്കില്ല, മറ്റാരെയും എനിക്ക് തോന്നുന്നില്ലേ, അങ്ങനെയല്ലേ? അത് വലിയ ഗുണമാണ് ജിൻഡോ. എന്നെ ഉണ്ടല്ലോ രാവിലെ ഇറങ്ങിയിട്ട് എത്രയോ പേരെ വെറുപ്പിക്കുന്ന ആളുകൾ. എന്തായാലും ഓൾ ദി ബെസ്റ്റ്, നന്നായിരിക്കും. ചില പരിപാടികളൊക്കെ ഉണ്ട്. ജിൻഡോ ഇടയ്ക്ക് ലോക്ക്ഡൌൺ ഒക്കെ മൂത്ത് വന്ന സമയത്ത് ഇവിടെ പോയി ജിൻഡോയുടെ ഇന്റർവ്യൂ ഷോ, എന്നിട്ട് ഇന്റർവ്യൂവിന് പോകുന്നവർക്കൊക്കെ ജിൻഡോ വട്ടക്കാലത്ത് കുറച്ച് പൈസയൊക്കെ സംഘടിപ്പിച്ചു കൊടുക്കുന്ന ഒരു പരിപാടി. അത് എന്താ പറയുക, അത് പിഷുവിന് അതിന് പ്രത്യേക ഒരു നന്ദി പറയേണ്ട കാര്യമുണ്ട്. കാരണം ഞാനൊരു ദിവസം സ്റ്റേഡിയത്തിൽ നിൽക്കുമ്പോൾ ഒരു സ്പോൺസർ വന്നിട്ട് ഒരാൾ, നമ്മളെ എന്നെ ഇഷ്ടമുള്ള ഒരാൾ, ജിൻഡോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് ഞാൻ അറിഞ്ഞു, എന്തെങ്കിലും ചെയ്യണോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ല കാര്യമായിരിക്കും. ഞാൻ ഇവനെ വിളിച്ചു, പിഷുവിനെ വിളിച്ചു. പിഷു എടാ നീ അങ്ങനെ ഒരു ഷോ പ്ലാൻ ചെയ്യുന്നുണ്ട്, അതായത് നമ്മുടെ സ്റ്റേജിൽ
പെർഫോം ചെയ്യുന്ന കലാകാരന്മാർക്ക് ബുദ്ധിമുട്ട് സമയിക്കുന്ന ഈ ഒരു സമയത്ത് അവർക്ക് എന്തെങ്കിലും ചില്ലറ കൊടുക്കാൻ പറ്റുമോ? അപ്പൊ പക്ഷേ എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു എടാ 1-2 പേരിട്ട് തരാൻ പറഞ്ഞു. പിന്നെ നമ്മൾ കിടന്നുറങ്ങുമായിരുന്നു ഉച്ചയ്ക്ക്. അപ്പൊ അത് കഴിഞ്ഞിട്ട് രാത്രി 12 മണിക്കുള്ളിൽ നിനക്ക് പേര് കിട്ടിയിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ കിടന്നുറങ്ങുമ്പോൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് വാട്സപ്പിൽ മെസ്സേജുകൾ, പേരുകൾ, ഈ പേരടക്കം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതുപോലെ അവൻ പേരിട്ടുണ്ട്. അതിൽ ഞാൻ ഇഷ്ടപ്പെട്ടൊരു പേര് ഈ ഹലോ മിസ്റ്റർ പെരേര. അത് ഭയങ്കര രസമായിരുന്നു. ഡയാന എൻ്റെ അത് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ആലോചിച്ച് നല്ല പേരാണല്ലോ ഹലോ മിസ്റ്റർ പെരേര. അപ്പൊ നമ്മൾ ആ ഒരു വർഷം ഫസ്റ്റ് ലോക്ക്ഡൌൺ തുടങ്ങിയ സമയത്ത് കുറെ കലാകാരന്മാർക്ക് നമ്മുടെ കൂടെയുള്ള പലരും ഇവിടെ ഉണ്ട്. ഇപ്പം അവർക്ക് ഒരു നമുക്ക് പറ്റുന്ന രീതിയിൽ, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഹെൽപ്പ് ചെയ്ത് കൊടുത്തു. അത് പിഷു ആണ് ആ പേരിട്ടത്, ഹലോ മിസ്റ്റർ പെരേര. ഇപ്പൊ ഞാൻ എന്റെ ഒരു സിനിമയ്ക്ക് പണ്ടുകാലം മുതലേ താലോലിച്ച് വെച്ചേക്കുന്ന ഒരു പേരാ ഹലോ മിസ്റ്റർ പെരേര. ഫുൾ സ്പൂഫാ. 80s 90s ആ കാലഘട്ടങ്ങളിലെ വില്ലന്മാർക്ക് ട്രിബ്യൂട്ട് ചെയ്യുന്ന ഹലോ മിസ്റ്റർ പെരേര എന്നാ പടത്തിന്റെ പേര്. ഇനി ആരും അടിച്ചേക്കരുത്. ഞങ്ങൾ ഓൾറെഡി പിഷു പേര് പോയി. നിങ്ങളൊക്കെ അത് ചെയ്തതിന് മുമ്പ് ഇതൊക്കെ എന്നോ തീരുമാനിച്ചു വെച്ച പേരാണെന്നാണ് പറഞ്ഞത്. ജിൻഡോ എന്തെങ്കിലും ഒരു ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ശബ്ദം അനുകരിക്കാൻ ജിൻഡോയ്ക്ക് പറ്റുമോ? നമ്മൾ ഇവിടെ എനിക്കൊന്ന് ഫണ്ട്സ് അപ്പോൺ ടൈം എന്ന് പറഞ്ഞ ഈ പ്രോഗ്രാമിൽ എല്ലാവരും ഒന്ന് സിനിമാ നടന്മാരെ അനുകരിക്കാറ്. ഞാൻ സിനിമാ നടന്മാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സിനിമാ നടന്മാരുടെ പട്ടികൾ, നമ്മുടെ വീട്ടിലെ നായ്ക്കൾ, ഈ പട്ടികൾ പല ശബ്ദത്തിൽ കുരയ്ക്കാൻ പോവാണ്. സിനിമാ നടന്മാരുടെ ശബ്ദം ആദ്യം നമുക്ക് ബാലചന്ദ്ര മേനോൻ സാറിന്റെ ശബ്ദത്തിൽ നമുക്കൊന്ന് കുരയ്ക്കാം. ഇനി നരേന്ദ്രപ്രസാദ് സാറിന്റെ വീട്ടില്, നമ്മുടെ മലയാള സിനിമയിൽ വില്ലൻ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന നരേന്ദ്രപ്രസാദ് സാറിന്റെ വീട്ടിൽ ഒരു പട്ടി ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയാണ് നമുക്ക് നോക്കാം? നസീർ സാറിന്റെ വീട്ടിലൊരു പട്ടി ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു നമുക്ക് നോക്കാം? അപ്പോ ജിൻഡോ ചേട്ടാ, ഇത്രയും സമയം നമ്മോടൊപ്പം സമയം സ്പെൻഡ് ചെയ്തതിൽ ഒരുപാട് സന്തോഷം. ഞങ്ങളുടെ ഒരു സ്നേഹാദരം ഏറ്റുവാങ്ങണം. അദ്ദേഹത്തിന് ഈ സ്നേഹാദരം നൽകുവാനായിട്ട് ഞാൻ രമേശ് ചേട്ടനെയും ജോണി ആന്റണി സാറിനെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. പ്ലീസ് സർ. ശ്രീ കലാഭവൻ ജിൻഡോ, ഞാനും ജോണി ചേട്ടനും പറഞ്ഞപ്പോൾ പല തവണകളിൽ പറഞ്ഞത് ജിൻഡോയുടെ ഒരു ഡിസിപ്ലിനെ കുറിച്ചും ജിൻഡോ എന്ന വ്യക്തിയെക്കുറിച്ചും എല്ലാമാണ്. ആബേലച്ചൻ എന്ന അതുല്യ വ്യക്തിത്വത്തിനോടൊപ്പം ഒരുപാട് വർഷം നിൽക്കുന്നു. തുടർന്ന് കലാഭവൻ ചേട്ടനോടൊപ്പം ഒരുപാട് നാളുകൾ അദ്ദേഹം സന്തത സഹചാരിയായി കൂടെ നിൽക്കുന്നു. ഇങ്ങനെ ഒരുപാട് പേരുടെ ഒപ്പം നിൽക്കുന്നു എന്ന് പറയുമ്പോഴും വളരെ വ്യക്തിവൈശിഷ്ട്യങ്ങളുള്ള, ഒരുപാട് ഇൻഡിവിജ്വൽ ക്വാളിറ്റീസ് ഉള്ള, ഒരുപാട് മികച്ച ഒരു പ്രതിഭ തന്നെയാണ് ജിൻഡോ. അവതാരകനായും അഭിനേതാവായും എല്ലാം ഇനിയും കലാലോകത്ത് ഒരുപാട് നാളുകൾ ഗംഭീര വിജയം കരസ്ഥമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോകാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം ഈ പരിപാടിയുടെ ഭാഗമായതിന് അദ്ദേഹത്തോട് നന്ദി അറിയിച്ചുകൊണ്ട് ചെറിയൊരു ആദരവ്. ഇന്നത്തെ എപ്പിസോഡിലെ ബെസ്റ്റ് പെർഫോമർ ആരാണെന്ന് അറിയാം. അതിന് മുൻപായിട്ട് കൃഷ്ണകുമാർ, ജോസഫ് എന്നിവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ലെറ്റ്സ് വെൽക്കം ദം. രണ്ടും മികച്ച പ്രകടനങ്ങളായിരുന്നു. ജോസഫ് ഏട്ടൻ ആദ്യമായിട്ടാണ് ഇതുപോലൊരു വേദിയിൽ. കൃഷ്ണകുമാർ ഈ വേദിയിൽ തഴക്കവും പുതുമയുമുള്ള ഒരു കലാകാരനാണ്. ഓരോ വരവിലും നല്ല തമാശകൾ പറയുന്ന കലാകാരനാണ് കൃഷ്ണകുമാർ. രണ്ടുപേരുടെയും പ്രകടനങ്ങളിൽ പലതവണ പറഞ്ഞതുപോലെ ജോസഫ് ഏട്ടന്റെ ഒരു ശ്രമം നമ്മൾ എടുത്തു പറയേണ്ടതാണ്. എങ്കിലും ഈ ഒരു കലയിൽ നമ്മളെ ഇന്ന് കൂടുതൽ ചിരിപ്പിച്ചത് കൃഷ്ണകുമാറാണ്. പെർഫോമർ ഓഫ് ദ എപ്പിസോഡ് കൃഷ്ണകുമാർ. ഒന്നുമില്ല, അതവിടെ ഒരു ഇതുള്ള. ഓക്കെ, താങ്ക് യു. ഓ, ഈ ചുമ മാറി സുഹൃത്തെ. ചേട്ടാ, നമ്മുടെ ഷൂട്ടിംഗ് ഇന്ന് തീരുകയാണ്. നിങ്ങളും വന്നത് നന്നായി. അപ്പം നിങ്ങൾ വേണേ പൊക്കോ. ജോണി സാറേ, നിങ്ങളുടെ സിനിമയെ പോലെ നിങ്ങളും നല്ലൊരു മനുഷ്യനായിരിക്കുന്ന
ഏ ആ. ഞാൻ വിചാരിച്ചത്. എന്താ കുഴപ്പം? പക്ഷെ എന്നോട് ഈ ചതി ഒരിക്കലും ചെയ്യരുത്. ഒരു മനുഷ്യരോടും നിങ്ങളെ പോലുള്ള ഒരാൾ ഈ ചതി ചെയ്യരുത്. ഞാൻ എനിക്ക് താമസിക്കാൻ ഇവിടെ കിടക്കാൻ അഭയം തന്നാണ് കുഴപ്പം. അതെ, ഇതിനിടയിൽ ഒരു പയ്യൻ ബോൾ അന്വേഷിച്ച് വന്നു. ഞങ്ങൾ എത്ര ബുദ്ധിമുട്ടിയിട്ടാണെന്നറിയാം ആ പയ്യൻ നിങ്ങളെ ഇത് പിടിക്കാണ്ട് ഞങ്ങൾ രക്ഷിച്ചു വിട്ടത്. നിങ്ങൾ നിങ്ങളുടെ മാനം രക്ഷിച്ചില്ലേ? ആ. എന്റെ മാനം അവിടെ പോയില്ലേ? എന്തു പറ്റി? അവൻ എന്നെ കളിയാക്കി വിടാന്ന് പറഞ്ഞില്ലേ? എന്തു പറഞ്ഞു? ഞാൻ കേശവമോഹനെ പോലെ ഇരിക്കുന്നു. ഇതിൽ പറയുന്ന നാണക്കേട് എന്റെ ജീവിതത്തിൽ സഹിക്കാറുണ്ട. ആ പോലീസ് സ്റ്റേഷൻ അല്ലേ? ആ പോലീസ് സ്റ്റേഷൻ. ആ നിങ്ങൾ അന്വേഷിക്കുന്ന കൊടും കുറ്റവാളി നമ്മുടെ ഈ ഫൺസ് അപ്പോൺ എ ടൈമിന്റെ ഷൂട്ട് കിടക്കുന്ന ഫ്ലോറിലുണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ വന്ന ആളെ കൈയോടെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോവാൻ. ഓക്കെ ഓക്കെ. എനിക്ക് എന്ത് പരിപാടിയാണ് കാണിക്കുന്നത്? ഹലോ, നിങ്ങൾക്ക് ഇത്ര നേരം ഞങ്ങൾ ഇവിടെ തന്ന് നിങ്ങൾ പോകുന്നേ പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. നിങ്ങളിപ്പോ എന്താ ചെയ്ത്? പോലീസിനെ വിളിച്ചു പറഞ്ഞു. ആ അവര് വന്നു കഴിഞ്ഞാൽ ചിലപ്പോ നിങ്ങളെ അറസ്റ്റ് ചെയ്യും. ചിലപ്പോ അറസ്റ്റ് ചെയ്യാൻ പോലും നിൽക്കൂല. കണ്ടാൽ ഒറ്റ വെടിക്ക് കൊന്നുകളയും. അതൊക്കെ എത്രയോ ഭേദം. കഴിഞ്ഞ കുറെ നേരം LED വാളിന്റെ പുറകിലിരുന്നേ ഇവരൊക്കെ പറയണ തമാശ കേട്ട് ഇഞ്ചിഞ്ചായി ഞാൻ മരിക്കായിരുന്നു. അതിലൊക്കെ എത്രയോ ഭേദം പോലീസിന്റെ ഒറ്റ വെടിക്കുള്ള മരണം. കുറ്റം പറയാൻ പറ്റുകയില്ല.